കർത്താവിൻ്റെ അനന്തമായ സ്നേഹം നമ്മൾ അനുഭവിക്കുന്ന ദിവസമാണ് ഈ പെസഹായുടെ ദിവസം. ഒത്തിരി ദൈവസ്നേഹം അനുഭവിക്കാൻ നമുക്ക് ദൈവാനുഗ്രഹം തരുന്ന ഈ ദിവസത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം. ദൈവത്തിൻ്റെ സ്നേഹത്തെ എപ്പോഴും നമ്മൾ ഹൃദയത്തിൽ നന്ദിയോടെ ഓർക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഒരുമിച്ച് കൂടാനും പ്രാർത്ഥിക്കാനും ഒക്കെ സാഹചര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കർത്താവിൻ്റെ കൃപയിൽ മാത്രമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പെസഹായുടെ ദിവസം ഈശോ കടന്നുപോയ അല്ലെങ്കിൽ ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പെസഹ വ്യാഴാഴ്ച സന്ധ്യയിലെ കാര്യമാണ് പ്രധാനമായും നമ്മൾ സാധാരണ ചിന്തിക്കുമ്പോഴൊക്കെ ഓർക്കാറുള്ളത്, പെസഹായുടെ സന്ധ്യ. എന്നാൽ പെസഹായുടെ അന്ന് പകൽ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് മനസ്സിലാക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ ഗൗരവത്തോടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഈ പെസഹ എന്ന് പറയുന്നത്, പഴയ നിയമത്തിലെ പെസഹ 8 ദിവസം നീണ്ടു നിന്ന ഒരാഘോഷമാണ്. എത്ര ദിവസമാണ്? 8 ദിവസം. 8 ദിവസം നീണ്ടു നിന്ന ഒരു ആഘോഷമായിരുന്നു പഴയ നിയമത്തിലെ പെസഹ. അത് ആരംഭിക്കുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളോടുകൂടിയാണ്. അതിനെ ഒരുക്കത്തിൻ്റെ ദിവസം എന്നാണ് പറയുന്നത്, ആദ്യത്തെ ദിവസം. അപ്പോൾ ആ ദിവസമാണ് യഥാർത്ഥത്തിൽ കർത്താവ് മാളികമുറിയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തിരുനാളെന്ന് പറയുന്നത് പിറ്റേ ദിവസമാണ്. തിരുനാൾ അപ്പോൾ തലേന്നും പിറ്റേന്നും നമുക്കൊരല്പം മനസ്സിലാക്കാൻ ഒരല്പം പ്രയാസം ചിലപ്പോൾ നമ്മൾ ഇന്നിങ്ങനെ വ്യാഴം വെള്ളി എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുമ്പോൾ വരും. നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക, നീസാൻ മാസം 14-ാം തീയതി യഹൂദന്മാരുടെ ദിവസം ആരംഭിക്കുന്നത് എപ്പോഴാണ്? രാവിലെ 6 മണിക്കല്ല, വൈകുന്നേരമാണ് യഹൂദന്മാരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ അവരൊരു ദിവസം ആരംഭിക്കുന്നതല്ല, ദിവസം കണക്ക് കൂട്ടുന്നത് വൈകിട്ട് 6 മുതൽ പിറ്റേ ദിവസം വൈകിട്ട് 6 വരെയാണ്. അങ്ങനെയാണ് അവർ ദിവസം ആ 24 മണിക്കൂറിനെ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവ് ഈശോ മിശിഹ പെസഹ ഭക്ഷിച്ചതും കർത്താവ് ഈശോ മിശിഹ കുരിശിൽ മരിച്ചതും ഒരു ദിവസമാണോ 2 ദിവസമാണോ? അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ കൺഫ്യൂഷൻ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ദിവസമാണോ 2 ദിവസമാണോ? 2 ദിവസം, ഒരു ദിവസമോ? ഒരു ദിവസമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വൈകിട്ട് 6 തൊട്ട് പിറ്റേന്ന് 6 വരെയാണ് യഹൂദൻ്റെ ദിവസം കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ അന്ത്യത്താഴത്തിൽ സെഹിയോൻ മാളികയിൽ വെച്ച് നടന്നതും കുരിശിൽ നടന്നതും ഒരു ദിവസത്തെ സംഭവമാണ്, ഒരു ദിവസത്തെ. ഇനി അത് നടക്കുന്നത് പഴയ നിയമത്തിലെ പെസഹായുടെ പശ്ചാത്തലത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 7-ാമത്തെ വാക്യം. ലൂക്ക 22:7. നമ്മൾ ഇന്ന് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പോകണം, എങ്കിലേ അത് നമ്മുടെ ഹൃദയത്തിൽ പതിയൂ. അതായത് ഈ പെസഹായെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ട്, നമ്മൾ ഒത്തിരി ഒരു ചരിത്ര പശ്ചാത്തലം ഇതിൻ്റെ പുറകെ കിടക്കുന്നുണ്ട്. നമ്മളിത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ഒരല്പം അവ്യക്തത ചിലപ്പോൾ ഫീൽ ചെയ്യാം. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ അതിങ്ങനെ എല്ലാം കൂടെ ഒന്ന് കലങ്ങി കിടക്കുന്ന പോലെ. അപ്പോൾ അതങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധ കൊടുത്ത് സാവധാനം, ഇന്നിപ്പോൾ വലിയ ബഹളമൊന്നും വെക്കണ്ട, പതുക്കെ മുന്നോട്ട് പോയി നമുക്കതൊന്ന് അടുക്കും ചിട്ടയോടും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സാവധാനത്തിലായിരിക്കും പോകുന്നത്. ഒത്തിരിയൊന്നും നമുക്ക് സമയം എടുക്കേണ്ട കാര്യമില്ല. വളരെ സാവധാനം പോയി നമുക്കതൊന്ന് നന്നായിട്ട് ഗ്രഹിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഈ ദിവസം പെസഹായുടെ ദിവസം, അപ്പം അന്ന് പകല് നടക്കുന്ന കാര്യം, വൈകുന്നേരമാണ് ഭക്ഷണം കഴിക്കുന്നത്. പകല് നടക്കുന്നത് ദേവാലയത്തിൽ വെച്ച് പെസഹ കുഞ്ഞാടിനെ ബലി അർപ്പിക്കും, പെസഹ കുഞ്ഞാടിനെ കൊല്ലും. അതാണ് പെസഹ ഭക്ഷിക്കുന്നതിന് മുമ്പ് ജെറുസലേം ദേവാലയത്തിൽ വെച്ച് പെസഹ കുഞ്ഞാടിനെ കൊല്ലും. അങ്ങനൊരു ചടങ്ങുണ്ട്. പെസഹ കുഞ്ഞാടിനെ കൊല്ലുന്നത് എത്ര മണിക്കാണെന്നറിയാം? ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ്. പെസഹ തിരുനാളിന് ഉച്ച കഴിഞ്ഞ്, അതായത് ഈ ആദ്യത്തെ ദിവസം
നമുക്ക് ലൂക്ക 22:7 എന്ന് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ലൂക്ക 22:7 വായിച്ചേ. പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം വന്നു. ക്ലിയർ ആണോ? പെസഹ ഒന്നുകൂടെ നോക്കിയാൽ അത് ആ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും. അത് പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസം. ഒന്നുകൂടെ വായിച്ചേ. പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം വന്നു ചേർന്നു. അപ്പോൾ ആ ദിവസമാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്, പോയി എനിക്ക് വേണ്ടി നിങ്ങൾ പെസഹ ഒരുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ദേവാലയത്തിൽ വെച്ച് പെസഹ കുഞ്ഞാടിനെ കൊല്ലുന്ന ദിവസം, ആ ദിവസം ഈശോ പത്രോസിനോടും യോഹന്നാനോടും പറയുകയാണ്, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യണം. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വായിക്കുന്നില്ല, അറിയാം, കേട്ടാൽ മതി. കർത്താവ് പറയും, നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് പറ ഒരാള് എതിരെ വരുന്നത് കാണും. അപ്പൊ എന്ത് ചെയ്യണം? ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് എന്ത് ചെയ്യണം? ആ വെള്ളവും തട്ടിക്കൊണ്ട് ഓടണം. എന്ത് ചെയ്യണം? ആ വെള്ളം വാങ്ങിച്ച് കുടിക്കണം. പിന്നെ ആളുടെ കൂടെ പോണമെന്ന് അങ്ങനെ പറ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ? എടാ, നീ ഇത് മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ അതായത് ഈ വെള്ളം ചുമന്നുകൊണ്ട് ഒരാൾ, അപ്പോൾ അത് ഒരിക്കലും ഒരു യഹൂദൻ്റെ തെരുവിൽ കാണാത്ത കാഴ്ചയാണത്. എന്ത്? വെള്ളം ചുമക്കുന്നതല്ല, ആണൊരുത്തൻ കുടവും ചുമന്നുകൊണ്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സമറിയാക്കാരി വെള്ളം കോരാൻ വന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ സാധാരണഗതിയിൽ ഒരു മെയിൽ സ്പീഷീസിൽ ഒരുത്തൻ ഇങ്ങനെ വെള്ളം ചുമന്നുകൊണ്ട് പോകുന്നത് ഒരു അസാധാരണ കാഴ്ചയാണ് അവിടെ. മനസ്സിലായോ? വെള്ളം ചുമന്നുകൊണ്ട് പോകുന്നൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? പറ. ഒരുപാട് ചേച്ചിമാർ വെള്ളം ചുമന്നുകൊണ്ട് വരും. അപ്പോൾ ഇവർ കൺഫ്യൂഷനാവും, ഇതിലേതാണ് പിന്നെ സാധനം കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം തെറ്റിപ്പോകുന്നത് ഞാൻ പറയുന്നത് ഈശോയുടെ കാൽക്കുലേഷൻസ് ആണ് ഇത് മുഴുവൻ. അതായത് ഇപ്പോൾ ഈശോ പറയാണ്, എന്ത് പറയാണ്, ഈ വെള്ളം ചുമന്നുകൊണ്ടൊരു ചേച്ചി വരും എന്ന് പറഞ്ഞാൽ മൊത്തം ഫൗളായി പോകും. കാരണം എന്താ? 9 ചേച്ചിമാർ വെള്ളം ചുമന്നുകൊണ്ട് ആ വഴി വരും ആ സമയത്ത്. അപ്പോൾ ഇത് പത്രോസ് യോഹന്നാൻ കൺഫ്യൂഷനായിപ്പോൾ പിന്നെ ചെന്ന് ചോദിക്കണം, അതെ ഈ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഒരു മനുഷ്യൻ ആണൊരുത്തൻ വെള്ളം ചുമന്നുകൊണ്ട് വരും. കാൽക്കുലേഷനാണ്. അപ്പോൾ അത് എന്തിനാ അങ്ങനെ പറഞ്ഞേ? എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞേ? ഈശോയ്ക്ക് പറഞ്ഞാൽ പോരെ, ലൈൻ 2 ഹൗസ് നമ്പർ 10 എന്നൊക്കെ പറഞ്ഞാൽ പോരെ? അഡ്രസ്സ് എഴുതി കൊടുത്തു വിട്ടാൽ പോരെ? അല്ലെങ്കിൽ പറഞ്ഞാൽ പോരെ ഇന്ന വീട്ടിൽ? എന്താ പറയാത്തെ? അതിൻ്റെ ഒരു കാരണമുണ്ട്. ഇതിനകത്ത് ഒരാൾ ഇവനെ ഒറ്റിക്കൊടുക്കാൻ, കാണിച്ചു കൊടുക്കാനുള്ള സാധ്യതയും സാഹചര്യവും തിരക്കി നടക്കുകയാണ്. അവൻ അറിയാൻ പാടില്ല എവിടാണ് ഇത് ഒരുക്കുന്നതെന്ന്. കാരണം ആ വീട്ടിൽ വെച്ച് യേശു അറസ്റ്റ് ചെയ്യപ്പെടാൻ പാടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. എന്തുകൊണ്ട്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ട് ഈ പെസഹ ബലി ഈശോ ആഗ്രഹിക്കുന്നത് പോലെ അനുഷ്ഠിച്ച് പൂർത്തിയാക്കാതെ ഈ അറസ്റ്റ് നടക്കാൻ പാടില്ല? അത് ഈശോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് വായിക്കുന്നത് ലൂക്ക 22 14 വാക്യമാണ്. അന്ന് വായിച്ചേ. ലൂക്ക 22:14 വായിക്കാമോ? 14-15 സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തോലന്മാരും. 15 വായിച്ച്. ലൂക്ക 22:15 അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. എന്നോടൊന്ന് വായിച്ചത്. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് കൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് കൂടി ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു.
അപ്പോൾ ഈശോയ്ക്കാണ് ഈ പെസഹ ഭക്ഷണം നടന്നേ പറ്റൂ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഈ മാളിക മുറിയിൽ വെച്ച് നടന്ന സംഭവം യേശുവിന് കുരിശിൽ വെച്ച് നടന്ന സംഭവം പോലെ പ്രധാനപ്പെട്ടതായിരുന്നു. മനസ്സിലാക്കിയിരിക്കണം. അത് സ്കിപ്പ് ചെയ്യാവുന്നൊരു സാധനമല്ല. അത് മാറ്റിയിട്ട് ഈശോയ്ക്ക് കുരിശിൽ, എന്തായാലും ഈശോ കുരിശെ മരിക്കാൻ പോവല്ലേ, കുരിശിലെ മരണം മാത്രം മതി. അതാണല്ലോ ലോകത്തിൻ്റെ രക്ഷ നേടിത്തരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈശോയ്ക്ക് നിർബന്ധമാണ് വെള്ളിയാഴ്ച ഈശോ കുരിശിൽ മരിക്കുന്നത് പോലെ തന്നെ ഈശോയ്ക്ക് നിർബന്ധമാണ് ഈ ദിവസം, ഈ വ്യാഴാഴ്ച വൈകിട്ട് സെഗിയോൻ മാളികയിൽ ഈ പെസഹ ഭക്ഷിക്കണം. കാരണം എന്താണ്? അതാണ് ഇനി വരും കാലങ്ങളിൽ യേശുവിൻ്റെ ബലിയായി യേശുവിൻ്റെ അനുയായികൾ അർപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത് ഈശോയ്ക്ക് കണിശമാണ്, നിർബന്ധമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വളരെ ശ്രദ്ധയോടെ നമുക്ക് സാവധാനം പോകണം. അപ്പോൾ ഈശോ പറയുകയാണ്, ഒരു മനുഷ്യൻ എതിരെ കുടവും ചുമന്നുകൊണ്ട് വരും. ഇനി മറ്റൊരു കാര്യം നമ്മൾ പെസഹയുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്, ഈ യഹൂദന്മാരുടെ പെസഹ യഥാർത്ഥത്തിൽ പെസഹ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യരുടെ ഓർമ്മയിലേക്ക് വരാൻ സാധ്യതയുള്ളത് പെസഹ ഭക്ഷണം കഴിക്കുന്നതാണ്. ശരിയല്ലേ? യെസ് ഓർ നോ? പെസഹ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരുടെ മനസ്സിലേക്ക് വരുന്നത് പെസഹ നമ്മുടെ പെസഹ അല്ല, യഹൂദൻ്റെ പെസഹ എന്ന് പറയുമ്പോൾ വരുന്നത് പെസഹ ഭക്ഷണം കഴിക്കാൻ. പക്ഷേ യഥാർത്ഥത്തിൽ പെസഹ എന്ന് പറഞ്ഞാൽ ഒരു വിരുന്ന് എന്നതിനേക്കാൾ അധികം അതൊരു, കംപ്ലീറ്റ് ദ സെന്റൻസ്, അതൊരു ബലിയായിരുന്നു. പെസഹ യഥാർത്ഥത്തിൽ ഒരു വിരുന്ന് എന്നതിനേക്കാൾ അധികം ഒരു ബലിയായിരുന്നു, വിരുന്നുമായിരുന്നു. അപ്പൊ ഈ പെസഹ യഥാർത്ഥത്തിൽ ഒരു ബലിയാണ്. ആ ബലിക്ക് അർപ്പിക്കുന്ന കുഞ്ഞാടിനെയാണ് അവർ ഭക്ഷണമേശയിൽ ഭക്ഷിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും മനസ്സിലാക്കിയാലേ നമുക്കൊരു തെറ്റിദ്ധാരണ, ഈ കാലഘട്ടത്തിൽ ഒത്തിരി മനുഷ്യർക്കൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് അപ്പസ്തോലിക സഭകളിൽ അല്ലാത്ത സഹോദരങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുള്ളത് പരിശുദ്ധ കുർബാന എന്തുമാത്രമാണ്, ഒരു വിരുന്ന് മാത്രമാണെന്ന് ചിന്തിക്കുന്ന അനേക ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഈശോ പെസഹായുടെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ പിന്നിലെ ഉദ്ദേശം അതൊരു വിരുന്ന് മാത്രമല്ല, അതൊരു ബലി കൂടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ബലി അർപ്പിച്ച, ദേവാലയത്തിൽ ബലി അർപ്പിച്ച ആടിൻ്റെ മാംസമാണ് ഇവർ വീട്ടിൽ പോയി ഭക്ഷിക്കുന്നത്. എന്തിൻ്റെ മാംസമാണ്? ബലിമൃഗത്തിൻ്റെ മാംസമാണ് ഭക്ഷിക്കുന്നത്. പെസഹായ്ക്ക് ദേവാലയത്തിൽ പോയി നിങ്ങൾ ബലി അർപ്പിച്ചിട്ട് വീട്ടിൽ പോയി ബിരിയാണി കഴിക്കാൻ പറ്റില്ല. എനിക്ക് മട്ടൺ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ദോശയും സാമ്പാറേ കഴിക്കും, പറ്റില്ല, പെസഹായാവില്ല. എന്ത് ചെയ്യണം പറ? ബലി അർപ്പിച്ച മൃഗത്തിൻ്റെ മാംസം ഭക്ഷിക്കണം. അപ്പം ആ കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പെസഹ ഒരു ബലിയാണ്. ആ ബലിമൃഗത്തിൻ്റെ, ബലി അർപ്പിച്ച മൃഗത്തിൻ്റെ മാംസമാണ് ഭക്ഷിക്കേണ്ടിയിരുന്നത്. അപ്പം അതുകൊണ്ട് അന്ന് രാവിലെ നടന്നത് എന്താണ്? കാര്യത്തിലേക്ക് വരികയാണ്. അന്ന് രാവിലെ നടന്നത്, ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോകാൻ പറഞ്ഞു. അപ്പോൾ ഇവർ നടന്ന് ഒരു 2-3 കിലോമീറ്ററേ ഉള്ളൂ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്. അവരങ്ങനെ നടന്ന് അവരെന്ത് ചെയ്തു? ജെറുസലേം ദേവാലയത്തിൻ്റെ പരിസരത്തെത്തി. 10-25 ലക്ഷം ആളുകൾ സമ്മേളിക്കുന്ന ഒരു തിരുനാളാണെന്ന് ഞാൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ആടുകൾ കൊല്ലപ്പെടുന്ന ഒരു ദിവസമാണിത്. അപ്പോൾ എല്ലാവർക്കും കൂടെ ദേവാലയത്തിൽ ഒറ്റയടിക്ക് പെട്ടെന്ന് വന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നീണ്ട ക്യൂ പാലിച്ച് അവർ നിൽക്കും. അപ്പോൾ പത്രോസും യോഹന്നാനും രാവിലെ പോയി ഈ ക്യൂവിൽ നിന്നു. അത് എഴുതിയിട്ടില്ല ബൈബിളിൽ, പക്ഷേ യഹൂദന്മാരുടെ പാരമ്പര്യം, ചരിത്രം അനുസരിച്ച് അവർ പെസഹ ഭക്ഷിക്കുന്നതിൻ്റെ വിധം അങ്ങനെയാണ്. പെസഹ ഒരുക്കുന്നതിൻ്റെ വിധം, ഒരുക്കാൻ പറഞ്ഞാൽ നേരെ അവർ വീട്ടിലേക്കല്ല പോയത്, പിന്നെ എവിടേക്കാണ് പോയത്? പള്ളിയിലേക്കാണ് പോയത്. ജെറുസലേം ദേവാലയത്തിലേക്ക് ചെന്നിട്ട് ആ ദേവാലയത്തിൽ ചെന്ന് ആ ക്യൂവിൽ നിന്നു. ആ ക്യൂവിൽ നിന്നപ്പോൾ അവർ കണ്ട കാഴ്ചകളും അവർ കടന്നുപോയ കാഴ്ചകളും ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. അവർ ആ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ഒന്നാമത്തേത്, 2 വരികളിലായി പുരോഹിതന്മാർ നിൽക്കും. അവരുടെ കയ്യിൽ സ്വർണ്ണപാത്രമുണ്ട്, വെള്ളിപ്പാത്രമുണ്ട്. സ്വർണ്ണ ബേസിനുമുണ്ട്, വെള്ളി ബേസിനുമുണ്ട്. അങ്ങനെ 2 ലൈനിൽ നിൽക്കുന്ന പുരോഹിതന്മാരുടെ 3 ഗണങ്ങളുണ്ട്. ഇത്രയും ആളുകളെ മാനേജ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം എന്താ ഈ പുരോഹിതന്മാർ? 30 പുരോഹിതന്മാരാണ് ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്നത്. 30 പുരോഹിതന്മാർ. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവർ നേരെ ചെന്നിട്ട് പത്രോസ് യോഹന്നാൻ ആദ്യം ചെന്ന് വലിയ ക്യൂവിൽ നിന്നാണ് പോകുന്നത്. ആ ക്യൂവിൽ നിന്ന്
അവരെന്ത് ചെയ്യുന്നു? ഒരാടിനെ വാങ്ങുന്നു. എവിടെ നിന്നാണ്? ദേവാലയത്തിൻ്റെ പരിസരത്ത് നിന്ന് ഒരാടിനെ വാങ്ങുന്നു. ആടിനെ വാങ്ങിക്കഴിഞ്ഞാൽ ഇവർ വീണ്ടും അടുത്ത ക്യൂവിൽ നിന്ന് ആ ആടിനെ കൊണ്ടുപോയി ഒരു പുരോഹിതന്മാർ നിൽക്കുന്ന സ്ഥലത്ത് പുരോഹിതൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു? പുരോഹിതൻ അതിൻ്റെ കഴുത്ത് മുറിച്ചിട്ട് അതിൻ്റെ രക്തം ഒരു ബേസിനിൽ എടുക്കുന്നു. എന്നിട്ട് ആ ആടിനെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടം പുരോഹിതന്മാരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണിത്. അവരെന്ത് ചെയ്യുന്നു? അവർ ഈ ആടിൻ്റെ താഴെ കൂടെ ഒരു കമ്പി അല്ലെ കമ്പ്, പിന്നെ നടുക്കൂടൊരു കമ്പ്. ഇപ്പം എന്താകൃതിയായി? കുരിശാകൃതിയായി. അങ്ങനെ ഈ ആടിനെ അങ്ങനെ നെടുകയും കുറുകയും സ്റ്റിക്ക് വെച്ച് അതിനെ ചുട്ടെടുക്കുന്നു. മനസ്സിലായോ? ചുട്ട ആടിനെ ഇവരുടെ കയ്യിൽ കൊടുക്കുന്നു. അപ്പം ഇതേ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ ആടിൻ്റെ രക്തം പുരോഹിതന്മാരെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഈ 30 പുരോഹിതന്മാർ എന്ത് ചെയ്യുന്നു? പാസ് ചെയ്ത് ബലിപീഠത്തിൻ്റെ അടുത്ത് ഒരു പുരോഹിതൻ നിൽപ്പുണ്ട്. ആ പുരോഹിതൻ ഈ ബേസിൻ വാങ്ങിച്ച് ആ രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? തിരിച്ച് ഈ ഒഴിഞ്ഞ പാത്രം തിരിച്ചു വരുന്നു. മനസ്സിലായോ? അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരുന്നു. അപ്പോൾ ഒരു പുരോഹിതൻ, നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരു പുരോഹിതൻ ഈ ബേസിനിൽ ആടിൻ്റെ രക്തം എടുത്ത് അടുത്ത പുരോഹിതൻ്റെ കൊടുക്കുമ്പോൾ ആ പുരോഹിതൻ ഒഴിഞ്ഞൊരു ബേസിൻ എടുത്ത് ഇങ്ങോട്ട് കൊടുക്കും. മനസ്സിലായോ? അപ്പം അങ്ങോട്ട് ബ്ലഡ് പോവും, ഇങ്ങോട്ട് ഒഴിഞ്ഞ പാത്രം വരും. അങ്ങനെ അവർ 3 ഗ്രൂപ്പുകളിലായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പത്രോസ് യോഹന്നാൻ ഈ വരിയിൽ നിൽക്കുമ്പോൾ കണ്ട കാഴ്ചകൾ ഞാൻ പറയുകയാണ്. ഒന്ന്, ഈ ആടിനെ കുരിശാകൃതിയിൽ അതിൻ്റെ ശരീരത്തിൽ കമ്പ് കുത്തിക്കയറ്റി അതിനെ റോസ്റ്റ് ചെയ്തു, എന്നിട്ട് അത് തിരിച്ചു കൊടുത്തു. അപ്പോൾ പത്രോസ് യോഹന്നാൻ കാണുന്നത് ചുട്ടെടുത്ത ആടിൻ്റെ മാംസവുമായി വരുന്ന ആളുകളെല്ലാം യഥാർത്ഥത്തിൽ കുരിശെ തറച്ച ഒരാടിനെയും കൊണ്ട് വരികയാണ്. മനസ്സിലാവുന്നോ? ഇവരാണ് ഇവർ കാണുന്നത്. പിന്നെ ഈ രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ രക്തമെല്ലാം അങ്ങോട്ട് പോകും. അത് ഈ ബലിപീഠത്തിൻ്റെ അടിയിൽ നിന്ന് കെദ്രോൻ തോടിൻ്റെ അവിടെ ഇങ്ങനെ രക്തം ആ വെള്ളവുമായിട്ട് ഇടകലർന്ന് ചാല് കീറി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നാളത്തെ കാര്യമൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പം അങ്ങ് പറയാം. യോഹന്നാൻ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് കുത്തി. അത് യോഹന്നാൻ കണ്ടു. അപ്പോൾ അവിടുന്ന് എന്തൊഴുകി? പെട്ടെന്ന് യോഹന്നാൻ എന്താ ഓർമ്മ വന്നേന്നറിയോ? എന്താ? രക്തവും വെള്ളവും. കെദ്രോൻ തോട്ടിലൂടെ രക്തവും വെള്ളവും ഒഴുകുന്നു. എവിടെ നിന്നാണ്? ബലി നടന്ന സ്ഥലത്ത് നിന്ന് ആ രക്തം ഒഴുകി വന്ന് ഈ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് രക്തവും വെള്ളവും ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ പ്രോസസ് എല്ലാം പൂർത്തിയാക്കിയിട്ട് പത്രോസും യോഹന്നാനും കൂടി ഈ ആടിനെയും കൊണ്ട് മാളികയിലേക്ക് ചെന്നു, അപ്പർ റൂമിലേക്ക് ചെന്നു. മർക്കോസിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീടാണത്. മർക്കോസിൻ്റെ വീടാണത്. ആ വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടിൽ ചെന്ന് ഇപ്പം രാവിലെ ഇവർ ആദ്യം ചെന്ന സമയത്ത് തന്നെ വീട് ഐഡൻറ്റിഫൈ ചെയ്തു. ആ വീട്ടുകാരനോട് ചെന്ന് വിവരം പറഞ്ഞു. അതിനുശേഷമാണ് അവർ ദേവാലയത്തിലേക്ക് പോയി തിരിച്ചു വന്ന് ഈ വീടെല്ലാം റെഡിയാക്കിയിട്ടു. പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ എല്ലാം ശരിയാക്കിയിട്ടതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു? അവർ തിരിച്ചു വരികയാണ്. ഈശോയുടെ അടുത്തേക്ക് വന്ന് ഈശോയും ശിഷ്യന്മാരും കൂടി എല്ലാവരും കൂടി ഒരുമിച്ച് പെസഹ ഭക്ഷിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ചോദ്യം ചോദിക്കണം. തൻ്റെ മരണത്തിൻ്റെ പശ്ചാത്തലമായി പെസഹ തിരുനാൾ എന്തുകൊണ്ട് യേശു തിരഞ്ഞെടുത്തു? താൻ മരിക്കുന്നതിന് പെസഹയുടെ പശ്ചാത്തലം എന്തുകൊണ്ട് യേശു തിരഞ്ഞെടുത്തു? ഈ ചോദ്യമാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഈശോയുടെ മരണവുമായിട്ട് പെട്ടെന്ന് ബന്ധപ്പെടുത്താൻ പറ്റുന്ന ഒരു തിരുനാളായിരുന്നു പെസഹ. കാരണം ഈ പെസഹ തിരുനാളിന് സംഭവിക്കുന്ന പല കാര്യങ്ങളും യേശുവിൻ്റെ മരണവും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുവിന് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ചില സൂചനകൾ പെട്ടെന്ന് പറയാം, ചില കാര്യങ്ങൾ. ഒന്ന്, ഈ ബലി കഴിക്കാൻ ലക്ഷക്കണക്കിന് ആടുകളെ വേണോ? അത് ഈ പെസഹാട് അന്ന് ആടിനെ തപ്പിപ്പോയാൽ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ ആടിനെ അവർ ദേവാലയത്തിലേക്ക് ലക്ഷക്കണക്കിന് ആടുകളെ
അവർ കൊണ്ടുവരുന്നത് ഏത് ദിവസമാണെന്നറിയാം? പറ. തിങ്കളാഴ്ച ദിവസമാണ്. ഓശാനയുടെ അന്ന് പിറ്റേന്ന് തിങ്കൾ, മനസ്സിലായി? ഹോളി വീക്കിലെ തിങ്കളാഴ്ച. ആ തിങ്കളാഴ്ചയാണ് അവർ ആടുകളെ ദേവാലയത്തിൽ പ്രസന്റ് ചെയ്യുന്നത്. ഓശാന കഴിഞ്ഞ് പിറ്റേ ദിവസം ഈശോ ദേവാലയത്തിലേക്ക് വരുന്നതിനെ വ്യാഖ്യാനിക്കുന്നത് ആട് തന്നെ തന്നെ ദേവാലയത്തിൽ പ്രസന്റ് ചെയ്തു. ഈ ആടാണല്ലോ ഇനി ബലിയാവാൻ പോകേണ്ടത്, മനസ്സിലായി? തിങ്കളാഴ്ച ഈശോ ദേവാലയത്തിലേക്ക് വരുന്നുണ്ട് ഓശാനയുടെ പിറ്റേന്ന്. അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ബലിയാകാൻ പോകുന്ന കുഞ്ഞാട് ദേവാലയത്തിൽ തന്നെ തന്നെ പ്രസന്റ് ചെയ്തു. അപ്പോൾ അത് ഈശോയും തമ്മിൽ ബന്ധമുണ്ട്. ഇനി ഈ ആടിനെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 4 ദിവസം ദേവാലയ പരിസരങ്ങളിൽ കെട്ടിയിട്ടിരിക്കും ഈ ആടുകളെ. അതെന്തിനെന്ന് വെച്ചാൽ പുരോഹിതന്മാര്, ഫരിസയര്, സദുക്കായര്, ലേവായര്, ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം കൂടി ഈ ആടുകളെ എന്ത് ചെയ്യും? പരിശോധിക്കും. എന്ത് പരിശോധിക്കും? ഈ ആടിന് വല്ല കുറവുണ്ടോന്ന്, ഈ ആടിൽ വല്ല കളങ്കവും ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഈ 4 ദിവസം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ജീവിതത്തിൽ എന്ത് പരിശോധനയാ ഫരിസേയര്, സദുക്കായരൊക്കെ നടത്തിയത്? ഇവനിൽ എന്ത് കുറ്റം കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കാൻ എല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ട് അവർ വിജയിച്ചോ? അവർ അവനിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കണ്ടോ ആടുമായിട്ടുള്ള ബന്ധം? കണ്ടോ? ഈ ആട് ബലിയാവാൻ പോകുന്ന ആടാണ്. ആടിനെ എല്ലാ കൂട്ടരും, സദുക്കായർ വന്നു നോക്കി, പരിസേര് വന്നു നോക്കി, പുരോഹിതർ വന്നു നോക്കി, എല്ലാ കൂട്ടരും പരിശോധിച്ചിട്ടും അവനിൽ ഒരു കുറ്റവും കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഈശോയുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട്. മൂന്നാമത്തേത്, ഈ ആടിൻ്റെ രക്തം ഒഴിക്കുന്നത് എവിടാണ്? അൾത്താരയുടെ ചുവട്ടിലാണ്, അല്ലേ? ഈശോ കുരിശിൽ ബലിയായി മാറുമ്പോൾ അവൻ്റെ രക്തം വീണത് എവിടാണ്? ആ കുരിശാകുന്ന ബലിപീഠത്തിൻ്റെ ചുവട്ടിലാണ്. ഇനി കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് കട്ടളപ്പടിയിൽ തളിക്കണമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കേ, ഒരു കട്ടള നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്താൽ, ഒരു കട്ടള, അതിനകത്ത് എവിടെല്ലാം തളിക്കും ഈ ബ്ലഡ്? വീട്ടുകാരൻ പറഞ്ഞേ. മേളിൽ തളിക്കും, 2 വശത്തും തളിക്കും. അങ്ങനെ തളിക്കുമ്പോൾ ബ്ലഡ് താഴെയും വീഴും. ഞാൻ പറഞ്ഞത് ശരിയാണോ? മേളിൽ തളിക്കുമ്പോൾ കറക്റ്റായിട്ട് താഴെയും വീഴില്ലേ? താഴത്തെ പടിയിലും ബ്ലഡല്ലേ, അത് ഒഴുകി വരത്തില്ലേ? ജെല്ലൊന്നും അല്ലല്ലോ, ബ്ലഡല്ലേ, ഒഴുകി വരില്ലേ? അപ്പോൾ ഇപ്പോൾ ആ കട്ടളപ്പടിയിൽ എവിടെല്ലാം ബ്ലഡ് വീണിട്ടുണ്ട്? പറഞ്ഞേ. മേളി വീണിട്ടുണ്ട്, 2 വശത്തും വീണിട്ടുണ്ട്, താഴെ വീണിട്ടുണ്ട്. കുരിശേ കിടക്കുന്ന ഈശോയുടെ ശരീരം ഒന്ന് നോക്കി. തലയിൽ, കയ്യേൽ, കാലയിൽ കണ്ടോ? ഈ ബ്ലഡ് എല്ലാ വശത്തും തളി. ഇങ്ങനെ കണക്ഷനുണ്ട് യേശുവിൻ്റെ ശരീരവും ഈ കട്ടളപ്പടിയും. സാദൃശ്യങ്ങളുണ്ട്. യേശുവിന് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ തൻ്റെ മരണം. ഈശോ പെസഹ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന്. അടുത്തത് പുറപ്പാട് പുസ്തകം 12:46. പുറപ്പാട് 12:46 വായിച്ചേ. പുറപ്പാട് 12:46 സ്ക്രീൻ നോക്കി വായിച്ചോ. എന്താണ്? പാകം ചെയ്ത വീട്ടിൽ വെച്ച് തന്നെ പെസഹ ഭക്ഷിക്കണം. മാംസത്തിൽ നിന്ന് അല്പം പോലും പുറത്തു കൊണ്ടുപോകരുത്. ആടിൻ്റെ അസ്ഥി ഒന്നും ഒടിക്കരുത്. അപ്പം ഒരു നിയമമാണ്, ആടിൻ്റെ അസ്ഥി ഒടിക്കരുത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എന്താണ്? യേശു നോക്കിയപ്പോൾ അവർ കണങ്കാലുകൾ തകർത്തില്ല. എന്താണ്? അവൻ നേരത്തെ മരിച്ചു എന്ന് കണ്ടതിനാ കണങ്കാലുകൾ തകർത്തില്ല. അവൻ്റെ അസ്ഥി ഒന്നും തകർക്കപ്പെടില്ല എന്ന തിരുവെഴുത്ത് അങ്ങനെ നിറവേറി എന്ന് പറയുന്നുണ്ട് യോഹന്നാൻ. അവിടെ ഇതെന്താ സംഭവിക്കുന്നത്? ഈ പെസഹായ്ക്ക് ബലി കഴിക്കുന്ന ആടിൻ്റെ അസ്ഥി തകർക്കാൻ പാടില്ലെന്ന് നിയമമുണ്ടായിരുന്നു. അതാണ് യേശുവിൻ്റെ അസ്ഥികൾ തകർക്കപ്പെടാത്തത്. മറ്റൊരു സൂചന, സത്യം പറഞ്ഞാൽ കുരിശേ തറയ്ക്കുന്ന ഒരാൾ എത്ര ദിവസം കൊണ്ട് മരിക്കും? കുരിശുമരണത്തെക്കുറിച്ച് വിവരണം നൽകി ജോസേഫൂസ്, ഒക്ടേവിയൻ തുടങ്ങിയ ചരിത്രകാരന്മാരാണ്. അവർ പറയുന്നത് ഒരാളെ നിങ്ങൾ കുരിശിൽ തറച്ചാൽ അയാൾ യഥാർത്ഥത്തിൽ 2 ദിവസം മുതൽ 7 ദിവസം വരെ എടുക്കും മരിക്കാൻ. പക്ഷേ യേശു അന്ന് വൈകിട്ട് 6 മണിക്ക് മുമ്പ് മരിച്ചു. എന്താ കാര്യം? പെസഹ കുഞ്ഞാട് അന്നാണ് കൊല്ലപ്പെടുന്നത്, പിറ്റേ ദിവസം അല്ല. അപ്പം അന്ന് കൊല്ലപ്പെട്ടു യേശു, അന്ന് കൊല്ലപ്പെട്ടു. അല്ല, പെസഹ കുഞ്ഞാട് ഈശോയുടെ കാൽവരി ബലിയിൽ അന്ന് മരണം സംഭവിക്കണം. അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ ഇനിയാണ് ഞാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതിന് നിങ്ങൾ ആലോചിച്ചേ, ഈ പഴയ നിയമത്തിലെ പെസഹായുടെ എല്ലാ വിശദാംശങ്ങളും തന്നിൽ നിറവേറുന്നതിന് ഈശോ മിശിഹ
തൻ്റെ ജീവിതത്തെ ഒരു കാര്യത്തിന് വിട്ടുകൊടുത്തു. അതായത് ഈശോയെ പോലെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ 7 ദിവസം വരെ എടുക്കും കുരിശിൽ തറയ്ക്കപ്പെടുന്ന ആൾ കൊല്ലപ്പെടാൻ, മരിക്കാൻ. പക്ഷെ ഈശോ അന്ന് തന്നെ മരിച്ചു. എന്തായിരിക്കും ഈശോ പെട്ടെന്ന് മരിച്ചു പോയതിൻ്റെ കാര്യം പറയാവോ? ചാട്ടയടി കൊണ്ടതുകൊണ്ടാണ്. കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോകുന്ന ആളുകളെ ചാട്ടയടിക്കുന്ന പതിവ് സാധാരണമായിരുന്നില്ല, അസാധാരണമായിരുന്നു. മാത്രമല്ല, നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ മനസ്സിലാവും, ബലി അർപ്പിക്കുന്ന ബലിമൃഗത്തെ ബലിക്ക് മുമ്പ് പീഡിപ്പിക്കാൻ പാടില്ല എന്നതായിരുന്നു പഴയ നിയമത്തിലെ നിയമം. അതായത് കൊല്ലുന്നതിന് മുമ്പ് ഒരു ബലിമൃഗത്തെ, ഇപ്പം നിങ്ങൾ കാളയാണ് ബലി കഴിക്കുന്നത്, ആടിനെയാണ്, ആ ആടിനെ അതിന് മുമ്പ് ഒന്നും ചെയ്യരുത്, അതിനെ ഉപദ്രവിക്കരുത്. പക്ഷെ ആ നിയമം മാത്രം ഈശോ തൻ്റെ ജീവിതത്തിൽ ഒരു എക്സെപ്ഷനായിട്ട് മാറ്റി. അവൻ തന്നെ വിട്ടുകൊടുത്തു. കർത്താവാണല്ലോ ഇതെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണുമ്പോഴോ അല്ലെ ഇത് വായിക്കുമ്പോഴോ ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്താ? യേശുവിൻ്റെ ചാട്ട, യേശുവിനെ അടിക്കുന്നതാണ് നമ്മളെ ഹൃദയം തകർത്ത് കളയുന്നത്. ആ ചാട്ടയടി കൊണ്ടതാണ് യഥാർത്ഥത്തിൽ യേശു പെട്ടെന്ന് മരിച്ചു പോകാൻ കാരണം. അപ്പൊ അന്ന് തന്നെ മരിക്കാൻ ഈശോ യഥാർത്ഥത്തിൽ ഈ ചാട്ടയടി ഞാൻ വിചാരിക്കുകയാണ് ചോദിച്ചു വാങ്ങിച്ചതാണ്. ചോദിച്ചു വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം അത് മുൻകൂട്ടി കണ്ട് ദൈവം ചെയ്തതാണത്. മനുഷ്യൻ ചെയ്തു എന്നതിനേക്കാൾ മനുഷ്യനാണ് ചെയ്തത്, പക്ഷെ അതിന് പിന്നിൽ ഒരു ദൈവ പദ്ധതിയുണ്ട്. അതായത് അന്ന് തന്നെ കൊല്ലപ്പെടണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിന് ഈശോ പെസഹ തിരുനാളിന് തൻ്റെ മരണം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു? അതിന് ഈ കാരണങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് അപ്പസ്തോലനായ പൗലോസ്ലീഹ 1 കൊരിന്തോസ് 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്. വായിച്ചേ, 1 കൊരിന്തോസ് 5-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ചേ, സ്ക്രീനിൽ നോക്കി വായിച്ചേ. 1 കൊരിന്തോസ് 5:7. നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പുളിപ്പ് നീക്കിക്കളയുവൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ. എന്തെന്നാൽ ഉറക്കെ വായിച്ചോ, നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു. അപ്പൊ ക്രിസ്തു ആരാണ്? നമ്മുടെ പെസഹ കുഞ്ഞാട്. അപ്പൊ ഈശോ പെസഹായ്ക്ക് ദേവാലയത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞാട് താനാണ് ആട്. അതാണ് യോഹന്നാൻ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിച്ചേ. യോഹന്നാൻ 1:29 പെട്ടെന്ന് വായിക്കേ. യോഹന്നാൻ 1:29. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോ ഈ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, പെസഹ കുഞ്ഞാട് യേശുവാണ്, താനാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് ഏറ്റവും നല്ല പശ്ചാത്തലം പെസഹ തിരുനാളാണ് എന്ന് കണ്ടതുകൊണ്ടാണ് ഈശോ പെസഹായുടെ പശ്ചാത്തലം തിരഞ്ഞെടുത്തത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതായത് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഈശോ പെസഹായുടെ പശ്ചാത്തലം തിരഞ്ഞെടുത്തിട്ടാണ് പെസഹ ഭക്ഷിക്കാൻ വേണ്ടി മാളികയിലേക്ക് വരുന്നത്. നമുക്ക് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 14 മുതൽ പെട്ടെന്ന് വായിക്കാം. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തോലന്മാരും. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. അതായത് ഇനി നിങ്ങൾ നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കണം. പെസഹായ്ക്ക് കൊല്ലപ്പെട്ട ആടിൻ്റെ മാംസമാണ് പെസഹ വിരുന്നിന് യഹൂദൻ ഭക്ഷിക്കേണ്ടിയിരുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിക്ക്, നമുക്ക് ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്തിനാണ് ഈശോ തലേന്ന് അപ്പവും വീഞ്ഞും എടുത്ത് ഇതിൻ്റെ ശരീരം, ഇതിൻ്റെ രക്തം എന്ന് പറഞ്ഞത്? അങ്ങനെ പറയാനുള്ള കാരണം ഇതാണ്, ഈശോയാണ്
പെസഹ കുഞ്ഞാട്. അപ്പൊ ഈശോയാണ് പെസഹ കുഞ്ഞാടെങ്കിൽ ശ്രദ്ധിച്ചോ, ആ കുഞ്ഞാട് കൊല്ലപ്പെടുന്ന എപ്പോഴാ? ഈശോയാണ് പെസഹ കുഞ്ഞാടെങ്കിൽ ആ കുഞ്ഞാട് കൊല്ലപ്പെടുന്ന എപ്പോഴാ? വെള്ളിയാഴ്ച 3 മണിക്കാ. ആണോ? ആ കുഞ്ഞാടിനെയല്ലേ ഭക്ഷിക്കണ്ടേ? അപ്പൊ അത് ഭക്ഷിക്കണമെങ്കിൽ എന്നേ ഭക്ഷിക്കാൻ പറ്റൂ? ശനിയാഴ്ചയെ പറ്റൂ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രിയല്ലേ പറ്റൂ? മനസ്സിലാവുന്നോ? അപ്പൊ കൊല്ലപ്പെട്ടതിന് ശേഷമല്ലേ ഭക്ഷിക്കാൻ പറ്റൂ? അപ്പോൾ കർത്താവ് ഈശോ മിശിഹായുടെ മുമ്പിൽ ഒരു പ്രശ്നം കിടക്കുകയാണ് ഇവിടെ. എന്താണ്? നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. അപ്പൊ അത് ശിഷ്യന്മാരോട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റുമോ? പറ്റില്ല. മാത്രമല്ല, ഈ പച്ച ശരീരവും പച്ച രക്തവും കുടിക്കാൻ അതും പറയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ പെസഹ ആയതുകൊണ്ട് അവൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തേ പറ്റൂ. പെസഹ പൂർത്തിയാവണമെങ്കിൽ ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തവും മാംസവും ഭക്ഷിച്ചേ പറ്റൂ. ഇത്രയും മനസ്സിലായോ? പെസഹ ആവണമെങ്കിൽ, പെസഹ പൂർത്തിയാവണമെങ്കിൽ. എന്തായിരുന്നു പെസഹ പഴയ നിയമത്തിലെ? ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ജനം പുറത്തു കടന്നതിന്റെ ഓർമ്മ. എന്താണ് പുതിയ പെസഹ? പാപത്തിന്റെയും ശാപത്തിന്റെയും പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കടക്കുന്ന പെസഹ. ആ പെസഹ, ആ വിമോചനം പൂർത്തിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിന്റെ ശരീരവും രക്തവും കഴിക്കുകയും കുടിക്കുകയും ചെയ്യണം. ആ വിമോചനം പൂർത്തിയാവണമെങ്കിൽ, വളരെ ശ്രദ്ധിച്ചോണം ഇത്, വിമോചനം പൂർത്തിയാകണമെങ്കിൽ അത് ബലിയർപ്പിക്കപ്പെട്ട എന്തെങ്കിലും കഴിച്ചാൽ പോരാ, ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിന്റെ ശരീരവും രക്തവും പാനം ചെയ്യണം. ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം. പക്ഷെ പ്രശ്നം എന്താ? ബലി കഴിഞ്ഞിട്ട് അത് പറയാൻ പറ്റുമോ? ഇനി പറഞ്ഞാൽ തന്നെ അവരിങ്ങനെ ഈ ശരീരവും രക്തവും കഴിക്കുകയും കുടിക്കുകയും ചെയ്യുമോ? ചെയ്യില്ല. അപ്പോൾ വിമോചനം പൂർത്തിയാകാൻ വേണ്ടി യേശു എന്ത് ചെയ്തു? യേശു സെഗിയോൻ മാളിക മുറിയിൽ വെച്ച് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ ഈ ബലിയെ വേറൊരു വിധത്തിൽ ആവിഷ്കരിക്കുകയാണ്. സെയിം ആണ്, അതിനെ മറ്റൊരു വിധത്തിൽ ആവിഷ്കരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇപ്പൊ യഹൂദന്മാരാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് പെസഹ ഭക്ഷിക്കാന്ന് വെച്ചോ. യഹൂദന്മാർ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പെസഹ ഭക്ഷിക്കുമ്പോൾ അവരോർക്കുന്നത് കഴിഞ്ഞുപോയൊരു സംഭവമാണോ വരാൻ പോകുന്നൊരു സംഭവമാണോ? ആണല്ലോ. പക്ഷെ യേശുവിന് അങ്ങനെ പറ്റില്ല. യേശുവിന് എന്തേ പറ്റൂ? വരാൻ പോകുന്നൊരു സംഭവം, നാളെ നടക്കാൻ പോകുന്ന സംഭവം. അപ്പൊ ഇവിടെ ഈ കുഞ്ഞാടെല്ലാം റെഡിയായി. കൈപ്പിലകൾ, അതുപോലെ തന്നെ പുളിപ്പില്ലാത്ത അപ്പം, മാംസം ചുട്ടെടുത്തത് എല്ലാം ഈ മേശപ്പുറത്തിരിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ഈ ചുട്ടെടുത്ത മാംസം മാറ്റി അങ്ങ് വെച്ചു. എന്നിട്ട് ഈ അപ്പവും വീഞ്ഞും എടുത്ത് മുമ്പിലോട്ട് വെച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ ഈ പഴയ കാര്യത്തെക്കുറിച്ച് അല്ല പറയുന്നത്, മറിച്ച് വരാൻ പോകുന്ന, നാളെ നടക്കാൻ പോകുന്നത്. പെസഹ കുഞ്ഞാട് ആരാണ്? ഞാനാണ്. പെസഹ കുഞ്ഞാട് ഞാനാണ്. ആ പെസഹ കുഞ്ഞാട് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൊല്ലപ്പെടും. പെസഹ പൂർത്തിയാവണമെങ്കിൽ നിങ്ങൾ എൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ ശരീരവും രക്തവും, രക്തം പുരണ്ട എൻ്റെ ശരീരവും എൻ്റെ ജീവരക്തവും നിങ്ങൾക്ക് കഴിക്കാനോ കുടിക്കാനോ പറ്റില്ല. എന്നാൽ പെസഹ പൂർത്തിയാവണമെങ്കിൽ ഇത് കഴിക്കുകയും കുടിക്കുകയും ചെയ്തേ പറ്റൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, ഇത് നിങ്ങൾ കഴിക്കണം, ഇത് നിങ്ങൾ കുടിക്കണം. ഇത് കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന എന്തിനാ? നിങ്ങൾ മനസ്സിലായെങ്കിൽ ഉത്തരം പറയണം. ഇത് കഴിക്കുകയും കുടിക്കുകയും ചെയ്യേണ്ട ആവശ്യം എന്താ? വിമോചനം പൂർത്തിയാവണമെങ്കിൽ ഇത് കഴിക്കുകയും കുടിക്കുകയും ചെയ്തേ പറ്റൂ. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തീയ ജീവിതത്തിന്റെ രക്ഷ അനുഭവം കംപ്ലീറ്റ് ആവുന്നത് എവിടാ? പരിശുദ്ധ കുർബാനയിലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ഞാൻ പറയുന്നത്, സകല കെട്ട് വഴിയുന്നത് ഈ കുർബാനയിലാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലാവുന്നത്? നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? സകലമെങ്കിലും മനസ്സിലായോ? അതായത് ക്രിസ്ത്യൻ ഡെലിവറൻസ് കംപ്ലീറ്റ് ആവുന്നത് എവിടാ? ഈ ബലിപീഠത്തിലാണ്. ക്രിസ്ത്യാനിയുടെ വിമോചനം കംപ്ലീറ്റ് ആവുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് അല്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയിൽ എത്താത്ത ഒരു ക്രിസ്തീയ ജീവിതം, അതിൻ്റെ വിമോചനം
പൂർണ്ണമല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരാളെങ്കിലും മനസ്സിലാക്കാത്തുണ്ടെങ്കിൽ. അതായത് മനസ്സിലാക്കാൻ ക്രിസ്ത്യാനിയാണോ, ആ ക്രിസ്ത്യാനിയുടെ ക്രിസ്തീയ ജീവിതം പൂർത്തിയാവുന്നത് എവിടാ? എന്തുകൊണ്ട് യേശുവിന്റെ പെസഹ ബലി പൂർത്തിയാകണമെങ്കിൽ കുരിശിൽ മരിച്ചാൽ മാത്രമായില്ല, മറിച്ച് ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്താലേ യേശുവിന്റെ കുരിശ് മരണം എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാവൂ. അത് പൂർത്തിയാവുന്നത് ബലിപീഠത്തിലാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് ഇത് ഒരിക്കലും, എനിക്കിത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയില്ല എന്ന് പറഞ്ഞുണ്ടല്ലോ, ഇത് ഒരിക്കലും ഒരു മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റില്ല. ഈശോ ദൈവം ആയതുകൊണ്ട് മാത്രമാണ് കർത്താവിന് ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. ഈശോ ദൈവം ആയതുകൊണ്ടാണ്. അതായത് ഒരു മനുഷ്യൻ ഇങ്ങനെ എല്ലാ വിശദാംശങ്ങളും പൂർത്തിയാക്കി ഒരു മനുഷ്യൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇതിങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലത്. കണ്ടോ, ഇന്നിപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, ഇന്നും ഇപ്പോൾ 2000 വർഷം കഴിഞ്ഞിട്ട് നമ്മളിത് മനസ്സിലാക്കിയെടുക്കാൻ പാടുപെടുകയാണ്. ഇപ്പോൾ ഒരാളുടെ തലയിൽ അയാൾ ഇത് കൺസീവ് ചെയ്തു, ദൈവമായതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ സംഭവിക്കുന്ന കാര്യമാണിത്. അപ്പം അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഈ പെസഹ ഭക്ഷിക്കുന്നതിന്, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. കാരണം ഇതില്ലെങ്കിൽ, ഈ രാത്രി ഇല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർത്തീകരണം ഉണ്ടാവില്ല. ഈ രാത്രിയാണ് പറ നാളത്തെ ബലിയെ മീനിങ് ഫുൾ ആക്കുന്നതും പൂർത്തിയാക്കുന്നതും. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ മനസ്സിലാക്കി. അതായത് ഈ രാത്രിയിൽ ഈ അപ്പവും മീഞ്ഞും സാദൃശ്യത്തിൽ, അപ്പത്തിന്റെയും മീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ ഈ ബലി നടന്നില്ലെങ്കിൽ, അതങ്ങനെ ഈശോ ചെയ്തില്ലെന്ന് വെച്ചോ, അങ്ങനാണെങ്കിൽ യേശുവിന്റെ കുരിശ് മരണം ഒരു ക്രിമിനൽ എക്സിക്യൂഷൻ മാത്രമായാലേ, ഒരു കുറ്റവാളിയെ ഗവൺമെന്റ് കൊന്നു, അത്രേ ഉള്ളത്. ഒരു കുറ്റവാളിയെ ഗവൺമെന്റ് കൊന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് അതിനൊരു അർത്ഥമില്ല. മറിച്ച് ഈശോ പറയാണ്, നാളെ ഞാൻ കുരിശിൽ കൊല്ലപ്പെടും. അതൊരു ജുഡീഷ്യൽ മർഡർ അല്ല, അതൊരു ഗവൺമെന്റ് ഒരു കുറ്റവാളിയെ തൂക്കിലേറ്റുന്നതല്ല, മറിച്ച് നൂറ്റാണ്ടുകളായിട്ട് യഹൂദന്മാര് ആചരിച്ചു പോരുന്ന പെസഹായ്ക്ക് പകരം ഞാൻ സ്ഥാപിക്കുന്ന പെസഹ ബലിയാണത്. അത് ബലിയാണ്. ആ ബലി കുരിശിൽ നടക്കുന്നത്, അത് ബലിയായിട്ട് മാറുന്നത് തലേന്ന് വൈകിട്ടത്തെ ഈ കൗദാശിക സ്ഥാപനം ഒന്നുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അതായത് ഈ വിശുദ്ധ കുർബാന സ്ഥാപനം ഇല്ലെങ്കിൽ യേശുവിന്റെ കുരിശിലെ മരണം ഒരു കുറ്റവാളിയെ കുരിശിൽ തറച്ച് കൊന്നത് മാത്രമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇച്ചിരി പ്രയാസമാണ്, കുറച്ചെങ്കിലും മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ രാത്രി വളരെ പ്രധാനപ്പെട്ടതാവുന്നത്. അതുകൊണ്ടാണ് ദുഃഖവെള്ളി പോലെ പ്രധാനപ്പെട്ടതാണ് ഈ പെസഹായുടെ സന്ധ്യ. കാരണം ഈ അത് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് തൻ്റെ ശരീരവും രക്തവും ഭക്ഷണവും പാനീയവുമായിട്ട് നമുക്ക് കഴിക്കാനൊരു വകുപ്പുണ്ടാക്കി തന്നില്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന മരണം ഒരു കുറ്റവാളിയെ കഴിവേറ്റിയത് മാത്രമാണ്, വേറൊന്നുമല്ല. ഇത് ബലിയായിട്ട് മാറിയത് എന്തുകൊണ്ടാ? ഈ സന്ധ്യ ഉള്ളത് കൊണ്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ സന്ധ്യയാണ് യേശുവിന്റെ നാളത്തെ കുരിശ് മരണത്തെ പെസഹ ബലിയാക്കി മാറ്റിയത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ക്രിസ്തീയ ജീവിതം കംപ്ലീറ്റ് ആവുന്നത് യേശുവിൻ്റെ ഈ പരിശുദ്ധ ബലിയിൽ നമ്മൾ ഈ കൗദാശിക സാദൃശ്യങ്ങളിലൂടെ പങ്കെടുക്കുന്നത് വഴിയായിട്ടാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്നിവിടെ ബലിയർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞുപോയൊരു കാര്യമാണോ ഓർക്കുന്നത്, വരാൻ പോകുന്ന ഒരു കാര്യമാണോ? രണ്ടുമുണ്ട്. നമ്മൾ ഇന്നിവിടെ ഇരുന്ന് ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞു പോയൊരു കാര്യം മാത്രമല്ല വരാൻ പോകുന്ന, കഴിഞ്ഞു പോയ കാര്യം നമ്മൾ എങ്ങനെ ഓർക്കുന്നത്? ഒരു വചനം വായിച്ചേ, പുറപ്പാട് 13:8. പെട്ടെന്ന് വായിച്ചേ, പുറപ്പാട് 13:8. പുറപ്പാട് 13:8 വായിക്കാമോ? ആ ദിവസം നോക്കി വായിച്ചേ. ആ ദിവസം നിന്റെ മകനോട് പറയണം, ഈജിപ്തിൽ നിന്ന് ഞാൻ പുറത്ത് പോന്നപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആണ് ഇത്. ഒന്നുകൂടെ വായിക്കണം. ആ ദിവസം നിന്റെ മകനോട് പറയണം, ഈജിപ്തിൽ നിന്ന് ഞാൻ പുറത്തു പോന്നപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണിത്. ആരാണ് ഈ പറയുന്നത്? ഇതാരാണ് ഇപ്പം? നിന്റെ മോനോട് പറയണം. ആര് പറയണം? ദൈവോ? വീട്ടിലെ ഏറ്റവും മുതിർന്ന കാർന്നവര് പറയണം, അല്ലേ?
വീട്ടിലെ ഇളയ മകൻ എന്ത് ചെയ്യും? ഈ പെസക ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടി ആചാരപ്രകാരം എഴുന്നേറ്റ് നിന്ന് അവൻ ചോദിക്കും, അപ്പാ എന്തുകൊണ്ടാണ് ഈ സന്ധ്യ നമ്മുടെ ജീവിതത്തിലെ മറ്റ് സന്ധ്യകളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്? ഈ ചോദ്യം ചോദിക്കുന്നത്. എന്താണ് ഈ രാത്രി നമ്മുടെ ജീവിതത്തിലെ മറ്റ് രാത്രികളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്? ആ ചോദ്യം ചോദിക്കുമ്പോൾ കാർന്നോരിങ്ങനെ മറുപടി പറയും. മോനെ, എന്താ മറുപടി പറയുന്നത്? ആ മറുപടിയാണ് ഇപ്പോൾ വായിച്ചേ. എന്താ? ഈജിപ്തിൽ നിന്ന് ആര് പുറത്തു വന്നു? എൻ്റെ വല്യപ്പൻ, നമ്മുടെയൊക്കെ വല്യപ്പൂപ്പന്മാര് ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നു. അങ്ങനെയാണോ പറയുന്നേ? അതാ. ആരാ പുറത്തു വന്നേ? ഞാൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താ അതിന്റെ പിന്നിലെ സങ്കല്പം? അതായത് യേശുവിന്റെ കാലത്തെ ഒരു യഹൂദൻ പെസക ഭക്ഷിക്കുമ്പോൾ വീട്ടിലെ ഇളയ കുഞ്ഞ് എഴുന്നേറ്റ് എന്ന് ചോദിക്കുകയാണ്, അപ്പ എന്താ ഈ രാത്രി മറ്റു രാത്രികളും വ്യത്യസ്തമായിരിക്കുന്നത്? അപ്പ മറുപടി പറയുന്നു, മോനെ, ഞാൻ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കർത്താവ് ചെയ്തതിൻ്റെ. ഇയാൾ ഈജിപ്തിൽ പോയിട്ടുണ്ടോ? ഇയാൾ ഈജിപ്തിൽ അടിമയായിരുന്നോ? അപ്പൊ പിന്നെന്താ വാട്ട് ഈസ് അസംഷൻ ബിഹൈൻഡ്? അയാൾ പറയാണ് നമ്മളിപ്പോൾ, വളരെ ശ്രദ്ധിച്ചോണം, നമ്മളിപ്പോൾ ഇവിടെ ഈ ആടിന്റെ ചുട്ട മാംസവും ഈ കൈപ്പിലകളും ഈ പുളിപ്പില്ലാത്ത അപ്പവും കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നത് ഈജിപ്തിൽ നിന്ന് ജനം പുറത്തു കടന്നപ്പോൾ അവർ നടത്തിയ ആദ്യത്തെ പെസക ഭക്ഷണത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട്. ടൈം ട്രാവൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സമയത്തിലൂടെ യാത്ര ചെയ്ത് നമ്മൾ ആദ്യത്തെ പെസകായിൽ എത്തിയിട്ട് ആദ്യത്തെ പെസകായിൽ നമ്മൾ എന്ത് അനുസ്മരിച്ചോ അതാണ് നമ്മളിപ്പോൾ ഈ പെസക. ഇന്ന് 2000 വർഷം കഴിഞ്ഞ് ഇത് ആചരിക്കുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നത്, നമ്മൾ അവിടെ ആണ്. നിങ്ങൾ മനസ്സിലായോ? വിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ നമ്മൾ അർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എവിടെയാണ് ചെന്ന് നിൽക്കുന്നത്? കുരിശിന്റെ ചുവട്ടിലാണ് ചെന്ന് നിൽക്കുന്നത്. ഓരോ കുർബാനയും നമ്മളെ ടൈം ട്രാവലാണ്. ഓരോ കുർബാനയും നമ്മളെ കൊണ്ടുപോയി നിർത്തുന്നത് എവിടാ? നമ്മൾ ചെന്ന് നിന്നത് പള്ളിയിലാണ്, പക്ഷെ ചെന്നെത്തിയത് കാൽവരിയുടെ ചുവട്ടിലാണ്. ഹല്ലേലൂയാ. മനസ്സിലായോ? നമ്മളെ കേറിപ്പോയത്, ആളുകൾ കണ്ടത് നമ്മൾ പള്ളിയിലോട്ട് കയറുന്നതാണ്, പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ എവിടെ എത്തിയത്? അപ്പൊ നിങ്ങളുടെ പള്ളിയുടെ വാതിൽ കാൽവരിയിലേക്ക് തുറക്കുന്ന കവാടമാണ്. നിങ്ങളുടെ പള്ളിയുടെ വാതില് കാൽവരി മലയിലേക്കുള്ള തുറന്നിട്ട വാതിലാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് കാൽവരിയിലേക്ക് പോയി 2000 വർഷം മുമ്പ് കർത്താവ് ഈശോ മിശിഹാ കുരിശിൽ നേടിത്തന്ന രക്ഷയെ അനുഭവിക്കാൻ പറ്റുന്നത് ഈ പള്ളിയുടെ വാതിൽ കടന്നകത്തേക്ക് കയറി വരുമ്പോഴാണ്. അത് പുറകിലേക്ക് പോവാണ്. ഇത് മാത്രമല്ല, ഇത് മുന്നോട്ടും പോകുന്നുണ്ട്. നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മൾ മുന്നോട്ടും പോകുന്നുണ്ട്. മുന്നോട്ട് എങ്ങോട്ടാ പോന്നേ? അതായത് സ്വർഗത്തിലെ സ്വർഗീയ വിരുന്ന്, സ്വർഗീയ ആരാധന. നമ്മൾ മരണത്തിന് ശേഷം നീതീകരിക്കപ്പെട്ട് മഹത്വീകരിക്കപ്പെട്ട് പിതാവിനെ സ്വർഗത്തിൽ ആരാധിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ വരാൻ പോകുന്ന അതിൻ്റെ മുൻ ആസ്വാദനം കൂടിയാണ് ഈ പരിശുദ്ധ കുർബാന. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പഴയ നിയമത്തിലെ മന്ന പൊഴിഞ്ഞതിനെ കുറിച്ച് കേട്ടോ? മന്ന എത്ര നാളുണ്ടായിരുന്നു ഇസ്രായേൽക്കാർക്ക്? ശ്രദ്ധിച്ചോണം. മന്നയുടെ ടേസ്റ്റ് എന്താണ്? തേനിന്റെ അല്ലേ? തേനിന്റെ രുചിയാണ് മന്നായിക്ക്. അപ്പൊ ഈ മന്ന കഴിക്കുമ്പോൾ കാനാൻ ദേശത്തെക്കുറിച്ച് എന്താ പറയുന്നത്? അതിന് ഉപയോഗിക്കുന്ന വിശേഷണം എന്താണ്? തേനും. അപ്പൊ മന്ന എന്തിന്റെ ഫോർ ടേസ്റ്റ് ആണ്? എത്തിച്ചേരാൻ പോകുന്ന നാടിന്റെ മുന്നാസ്വാദനമായിരുന്നു മന്ന. അതാണ് തേനിന്റെ രുചി. അതിന് ഈ തേൻ രുചിയുള്ള മന്ന കഴിക്കുമ്പോൾ ഈ യാത്രക്കാര്, മരുഭൂമിയിലൂടെ പോകുന്ന യാത്രക്കാര് ആ നാടിനെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കും. നമ്മൾ അവിടെ എത്താനുള്ളവരാണ്. ഇനി മന്ന പൊഴിയുന്നത് എന്നാ നിന്നേ? കാനാൻ ദേശത്തിന്റെ ബോർഡറിൽ എത്തിയപ്പോ മന്ന പൊഴിയുന്നത് നിന്നു. മനസ്സിലായോ? ഇതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന എവിടാ? സ്വർഗീയ കാനാനിലേക്കുള്ള യാത്രക്കിടയിലുള്ള യാത്രാഭക്ഷണമാണിത്. ഇത് വരാൻ പോകുന്ന ആ മഹത്വത്തിന്റെ മുൻ ആസ്വാദനമാണ് നമ്മൾ ഈ യേശുവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് വരാൻ പോകുന്ന നിത്യതയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അങ്ങനെ ഇത് രണ്ടും നമുക്ക് പുറകിലോട്ടും പോകുന്നുണ്ട്, നമ്മൾ മുന്നോട്ടും പോകുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ ചെന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്, നമ്മൾ കാൽവരിയിൽ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലാണ്
പോയി നിൽക്കുന്നത്. അപ്പോൾ കർത്താവ് വിശ്വസിക്കുക ഈ അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരം. ഈ പാനപാത്രം എടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തം. അപ്പോൾ ഇത് നിങ്ങൾ ഭക്ഷിക്കുകയും ഇത് നിങ്ങൾ പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയും, നിങ്ങൾ എൻ്റെ മരണം യേശുവിൻ്റെ രണ്ടാം വരവ് വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ചോണം. നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയിലും സംബന്ധിക്കുമ്പോൾ നമ്മൾ എന്താണ് പ്രഖ്യാപിക്കുന്നത്? ഇപ്പോൾ നമ്മൾ അപ്പസ്തോലിക സഭകളിൽ അല്ലാത്ത സഹോദരങ്ങൾ അപ്പസ്തോലിക സഭകളെ വിമർശിക്കുമ്പോൾ പറയുന്നൊരു കാര്യം, അവർ കുർബാന എന്ന് പറയുന്ന ഒരു കൾട്ട് ആരാധന നടത്തുന്നു, കുർബാന എന്ന് പറയുന്ന ഒരു വിഗ്രഹ ആരാധന നടത്തുന്നു എന്നല്ലേ പറയുന്നേ? കൊരിന്തോസ് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മൾ ഈ ബലി അർപ്പിക്കുന്ന സമയത്ത്, ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? 1 കൊരിന്തോസ് 11:26 വായിച്ചേ. 1 കൊരിന്തോസ് 11:26 എടുത്ത് വായിച്ചേ. 1 കൊരിന്തോസ് 11:26 വായിച്ചേ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ. കുർബാന സ്വീകരിച്ചപ്പോ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, കുർബാന നിങ്ങൾ സ്വീകരിച്ചപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്താ ചെയ്തേ? ഹലോ, എന്താ ചെയ്തേ? കുർബാന നമ്മൾ നാവിൽ സ്വീകരിച്ചു. അപ്പോ അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ അന്നേരം ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തേ? പ്രഖ്യാപിച്ചു. എന്ത് പ്രഖ്യാപിച്ചു? കർത്താവിന്റെ മരണം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മരണം എന്ന് പ്രഖ്യാപിച്ചോ? എന്താ പ്രഖ്യാപിച്ച? അതാ എനിക്കറിയണ്ടേ. കുർബാന സ്വീകരിച്ചപ്പോൾ അപ്പോസ്തലൻ പറയാണ്, കർത്താവിന്റെ മരണമാണ് പ്രഖ്യാപിച്ചത്. കർത്താവിന്റെ മരണമാണ് പ്രഖ്യാപിച്ചത് അല്ലേ? ആണോ? നീ കുർബാന സ്വീകരിച്ചപ്പോൾ നീ പ്രഖ്യാപിച്ചോ കർത്താവിന്റെ മരണം എന്ന് പ്രഖ്യാപിച്ചോ? എന്താ പ്രഖ്യാപിച്ചേ? അതറിയണ്ടേ. അതായത് പ്രഖ്യാപിച്ചത് അതല്ല. പ്രഖ്യാപിച്ചെന്തെന്നറിയാമോ? കർത്താവ് എനിക്ക് പകരം മരിച്ച ബലിയിൽ ഞാൻ പങ്കെടുത്ത് അവൻ്റെ ശരീരവും രക്തവുമാണ് ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. കർത്താവ് എനിക്ക് പകരം മരിച്ചു എന്നാണ് പ്രഖ്യാപിക്കുന്നത്. ആണോ? അതെല്ലാ കുർബാനയിലും പ്രഖ്യാപിക്കുന്നുണ്ട് അല്ലേ? ലത്തീൻ കുർബാനയിൽ പറയും, വിശ്വാസത്തിന്റെ മഹാരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. അപ്പൊ എന്ത് നിങ്ങൾ മറുപടി പറയും? പറ. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ. പറ. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു അല്ലേ? അതാ പറയുന്നത്. മലങ്കര കുർബാനയിൽ എങ്ങനെ പറയുന്നേ? മലങ്കരക്കാരുണ്ടല്ലോ, പറ. കർത്താവേ നിന്റെ മരണം ഞങ്ങൾ പറ. എങ്ങനെയാ നിങ്ങൾ പറയുന്നേ? ഉറക്കെ പറ. അത് കറക്റ്റായിട്ട് പറ. അതായത് എന്താ പറയുന്നത്? അച്ഛൻ പറയും, എന്താ അച്ഛൻ അവസാനം ഇങ്ങനെ സ്ഥാപന വചനങ്ങളുടെ അവസാനം പറയും, കർത്താവേ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. അങ്ങനെയല്ലേ പറയുന്നേ? കർത്താവേ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു അല്ലേ? ലത്തീൻ കുർബാനയിൽ എന്താ പറഞ്ഞേ? കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. മലങ്കര കുർബാന എന്താ പറഞ്ഞേ? കർത്താവേ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, രണ്ടാമത്തെ വരവിനെ. സിറമല കുർബാനയിലുണ്ട്. എക്സാക്ട്ലി എങ്ങനെ ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് പറ, ഉള്ളവർ പറ. സിറമല കുർബാനയിലുണ്ടത്. അതാ ഗേഹന്ത പ്രാർത്ഥനയിലുണ്ട്, പ്രണാമ ജപത്തിലുണ്ടത്, സ്ഥാപന വചനങ്ങൾ കഴിഞ്ഞു വരുന്നതിനകത്ത്. അപ്പോൾ എല്ലാ ലിറ്റർജിയിലും നമ്മൾ ഈ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന വചനം കഴിയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, അങ്ങയുടെ മരണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. എന്താ ഈ മരണം പ്രഖ്യാപിച്ചാലുള്ള ഗുണം? കർത്താവേ നീ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പ്രഖ്യാപിച്ചാൽ എന്താ ഗുണം? എന്താ ഗുണം? വല്ല ഗുണമുണ്ടോ?
കർത്താവിൻ്റെ മരണം പ്രഖ്യാപിച്ചാൽ വല്ല ഗുണമുണ്ടോ? എന്തെങ്കിലും ഗുണമുണ്ടോ? പറ, വായിക്കേ. റോമർ 10:9. റോമർ 10:9. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ഉയർപ്പും ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് പ്രഖ്യാപിച്ചാൽ എന്ത് സംഭവിക്കും? രക്ഷ. അപ്പോൾ ഓർത്തോണം, ഓരോ പരിശുദ്ധ കുർബാനയിലും വിശ്വാസി തൻ്റെ രക്ഷയെ ഉറപ്പുവരുത്തുകയാണ്. അത് മനസ്സിലാക്കി. ഞാൻ എൻ്റെ രക്ഷ ഉറപ്പ്. ഒരു ബലിയർപ്പിച്ച് കഴിയുമ്പോൾ വെറുതെ വന്ന് ഇങ്ങനെ അലഞ്ഞു നടന്ന് തോന്നിയാസം കാണിച്ചിട്ട് വന്ന് ബലിയർപ്പിക്കുന്നതല്ല. പൗലോസ് അപ്പോസ്തലൻ ഈ 1 കൊരിന്ത്യർ 11 പറയുന്നത് അയോഗ്യതയോടെ ആരും ഇതിനകത്ത് പങ്കെടുക്കരുത്. യോഗ്യതയോടെ ഒരു വ്യക്തി പരിശുദ്ധ കുർബാനയിൽ വന്ന് സംബന്ധിച്ച് യേശുവിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി എന്താണ് ഉറപ്പുവരുത്തുന്നത്? നിത്യരക്ഷ. അത് മനസ്സിലാക്കിയിരിക്കണം. പരിശുദ്ധ കുർബാന നമുക്ക് രക്ഷ ഉറപ്പ് വരുത്തുന്ന, എങ്ങനെയെങ്കിലും കുർബാനയ്ക്ക് പങ്കെടുക്കാൻ അത് തെറ്റിദ്ധരിക്കരുത്. എങ്ങനെയെങ്കിലും വന്ന് കുർബാനയിൽ പങ്കെടുത്താൽ രക്ഷ പ്രാപിക്കുന്നല്ല, മറിച്ച് പരിശുദ്ധിയോടെ, ഒരുക്കത്തോടെ, യോഗ്യതയോടെ കർത്താവ് ഈശോ മിശിഹാ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങിയതുപോലെ ഒരുക്കത്തോടെ വന്ന് ബലിയർപ്പിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ആ കൃപ സ്വീകരിച്ച് ജീവിക്കാൻ പരിശ്രമിച്ചാൽ നമ്മുടെ രക്ഷ നമ്മൾ ഉറപ്പുവരുത്തുകയാണ് പരിശുദ്ധ കുർബാനയിലൂടെ. അതാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി. ഞാൻ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു. ഒന്ന്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിമോചനം പൂർത്തിയാവുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. 2, നമ്മുടെ നിത്യരക്ഷ നമ്മൾ ഉറപ്പുവരുത്തുന്നതും എവിടാണ്? പരിശുദ്ധ കുർബാനയിൽ മാത്രമല്ല, പരിശുദ്ധ കുർബാനയിൽ കൂടിയാണ്. കുർബാനയും കൂടി അതിനകത്തുണ്ട്. നമ്മുടെ രക്ഷ. അതാണ് കൗതാശിക ജീവിതമാണ് രക്ഷയിൽ നിലനിൽക്കാനുള്ള വഴി. മനസ്സിലായോ? രക്ഷയിൽ നിലനിൽക്കാനുള്ള വഴി കൗതാശിക ജീവിതം. മാമോദിസ സ്വീകരിക്കുക, കുമ്പസാരിക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക, അങ്ങനെ രക്ഷയിൽ നിലനിൽക്കാനുള്ള വഴിയാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒത്തിരി കാര്യം എനിക്ക് പറയാൻ ഈ ദിവസം പറയാനുണ്ട്. അതൊക്കെ ഞാൻ അനന്തപുരി കൺവെൻഷന് കുറേ അധികം കാര്യങ്ങൾ ഞാൻ കുർബാനയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനി കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് അത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കേൾക്കുക. പ്രത്യേകിച്ച് അതിൻ്റെ 4-ാമത്തെ ദിവസം, 5-ാമത്തെ ദിവസം, അത് 4-ാമത്തെ ദിവസവും 5-ാമത്തെ ദിവസവും 2 ദിവസവും കുർബാനയെക്കുറിച്ച്, കുർബാനയിൽ 5-ാമത്തെ ദിവസം എങ്ങനെ പങ്കെടുക്കണം, 4-ാമത്തെ ദിവസം ഈ കുർബാന എന്തുകൊണ്ടാണ് ഇത് ഈശോയുടെ കാൽവരി ബലിയും പെസഹാ ബലിയും ഒരു സംഭവമാണെന്ന് പറയുന്നത്. അങ്ങനെ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ രാത്രിയിൽ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. നിങ്ങൾ ഇത്തിരി മടുത്തുന്നൊക്കെ തോന്നുന്നുണ്ട് ഞാൻ നിർത്തുന്നത്. ഒരു കുഞ്ഞു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് വേറൊരു കാര്യം കൂടി. ഇന്നിപ്പോൾ അച്ഛന്മാർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് കുറേ മെസ്സേജുകൾ നിങ്ങൾ അയച്ചിട്ടുണ്ടാവും. എനിക്കും കിട്ടി കുറേ മെസ്സേജ്. പൗരോഹിത്യ ജീവിതം തിരഞ്ഞെടുത്തതിന് നന്ദി, ഒരച്ഛനായി തീർന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് ഈശോ പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമാണ്. അതെങ്ങനെയാണെന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കിയാലോ? എടുത്തോ പെട്ടെന്ന് ഒരു 10 മിനിറ്റ്, മാക്സിമം ഒരു 10 മിനിറ്റ് നമുക്ക് അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അവസാനിപ്പിക്കാം. ഈശോ പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം എടുക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം. യോഹന്നാൻ 13-ാം അധ്യായത്തിൽ 1 മുതൽ ഞാൻ വായിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ നോക്കി വായിക്കുക. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമയോന്റെ പുത്രനായ യൂദാസ്കറിയാത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയുടെ തലയിൽ കെട്ടി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അപ്പൊ ഇവിടെ യോഹന്നാൻ യഥാർത്ഥത്തിൽ ഈശോയുടെ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സംഭവം വിവരിച്ചിട്ടില്ല. അതിന് പകരം യോഹന്നാൻ വിവരിച്ചിട്ടുള്ളത് ഇതാണ്. ഈശോ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നു. കാല് കഴുകിയിട്ട് ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് എളിമയുടെ മാതൃക കാണിച്ചു. അതിനങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഈശോ ദാസന്റെ രൂപം ആണെന്ന് ഈശോ ദാസനായിട്ട് പെരുമാറി കാണിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് അങ്ങനെ ഈശോയെ പോലെ നമ്മൾ എളിമപ്പെട്ട് ശുശ്രൂഷ ചെയ്യണമെന്ന മാതൃക കാണിച്ചു തന്നു. അത് കുർബാനയുടെ സ്പിരിറ്റ് അതാണെന്ന് മനസ്സിലാക്കി തന്നു. അത് കൂടാതെ അതിന് വേറൊരർത്ഥമുണ്ട്. ഈശോ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. ഞാൻ 2 പഴയ നിയമ സൂചനകൾ എടുക്കാം. ഈശോ പൗരോഹിത്യം സ്ഥാപിക്കുകയാണ് ഇവിടെ. ഒരു കാര്യം വായിച്ചോ, ലേവ്യർ 8-ാം അധ്യായം 6-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം എടുത്ത് വായിച്ച്. ലേവ്യർ 8:6.
ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കാമോ? അനന്തരം മോശ അഹരോനെയും പുത്രന്മാരെയും ഏതാ പുറത്തേക്ക് കൊണ്ടുവന്ന് മുമ്പോട്ട് കൊണ്ടുവന്ന് എന്ത് ചെയ്തു? അവരുടെ വെള്ളം കൊണ്ട് ഒഴിച്ചോ, അവരുടെ തലേക്ക് ഒഴിച്ചോ. പിന്നെ എന്താ ചെയ്തേ? നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചേ. അനന്തരം അഹരോനെയും പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് എപ്പോഴാ? അഹരോനെയും പുത്രന്മാരെയും വെള്ളം കൊണ്ട് കഴുകി. എപ്പോഴാ? അവർ റോഡിൽ കൂടെ പോയ സമയത്ത് ഒരു അംബാസഡർ കാറ് പോയി അവരുടെ ദേഹത്തെല്ലാം ചെളി അടിച്ച് കയറിയപ്പോൾ മോശ അവരെ വെള്ളം കൊണ്ട് എപ്പോഴാ? എന്താ പശ്ചാത്തലം? അഹരോനെയും പുത്രന്മാരെയും എന്താക്കുക? പുരോഹിത ശുശ്രൂഷയ്ക്ക് മുമ്പ് പുരോഹിതന്മാരാക്കി അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് അവരെ വെള്ളം കൊണ്ട് കഴുകുന്ന ഒരു പരിപാടിയുണ്ട്. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ ഒരർത്ഥം. ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. 2 സംഖ്യയുടെ പുസ്തകം 18:20. സംഖ്യ 18:20 അത് വായിക്കും. സ്ക്രീൻ നോക്കി വായിച്ചോ. കർത്താവ് അഹരോനോട് അരുളി ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല, അതുപോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. വായിച്ചു കളഞ്ഞോ? നിങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ നോക്കി വായിക്കേ. ഞാനാണ് അവകാശം, ഞാനാണ് നിന്റെ അവകാശം. നിനക്ക് ഇസ്രായേലിൽ ഓഹരിയും അവകാശമൊന്നും ഉണ്ടാവില്ല, ഞാനായിരിക്കും നിന്റെ അവകാശം. മനസ്സിലായി? അവകാശം. അവിടെ ഒരു ഹീബ്രു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഒരു വാക്ക്. അവകാശം, ഓഹരി, അതിന് പറയാവുന്ന വേറൊരു വാക്കാണ് പങ്ക്. അവകാശം, ഓഹരി എല്ലാം ഒരു വാക്ക് വ്യത്യാസമില്ല, ഒറ്റ വാക്കാ. പത്രോസ് യേശു ഇങ്ങനെ കാലൊക്കെ കഴുകി അടുത്ത് വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, നോ താങ്ക്സ്. എന്താ പറഞ്ഞത്? ഞാൻ സമ്മതിക്കില്ല, എൻ്റെ കാല് കഴുകി ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ കർത്താവ് എന്താ മറുപടി പറഞ്ഞേ? ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ എനിക്ക് നിന്നോടോ? നിനക്ക് എൻ്റെ അടുത്ത് ഒരു പങ്ക് ഇല്ല. വാക്ക് സെയിമാണ്, മറ്റേ സംഖ്യയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ? ഓഹരി, അവകാശം, പങ്ക്. മനസ്സിലാവുന്നുണ്ടോ? അതായത് പൗരോഹിത്യം സ്ഥാപിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിന്റെ അവകാശം ആരാ? ഞാനാണ് നിന്റെ അവകാശം, നിന്റെ പങ്ക്, നിന്റെ ഓഹരി ഞാനാണ്. അങ്ങനെ നിന്റെ അവകാശം ഞാനായി മാറുന്ന ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷ. അതുകൊണ്ട് ഞാൻ നിന്നെ പുരോഹിതനാക്കി മാറ്റുകയാണ് ഈ കഴുകുന്നതിലൂടെ. ഇപ്പൊ കഴുകാൻ സമ്മതിച്ചില്ലെങ്കിൽ നീ പുരോഹിതനാവില്ല. അങ്ങനെ ഈശോ പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമാണ് ഈ പെസഹ വ്യാഴാഴ്ച. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത് 1 വിശുദ്ധ കുർബാന, 2 പൗരോഹിത്യം. നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ 2 അനുഗ്രഹമാണിത്, കുർബാന, പൗരോഹിത്യം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ദിവസം ദൈവം തന്ന ഈ മഹാദാനത്തെ ഓർത്ത് നന്ദി പറയാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവമേ, നമുക്ക് കർത്താവ് തന്ന 116-ാം സങ്കീർത്തനത്തിൽ ഈശോ അത്താഴമേശയിൽ വെച്ച് ഈശോ 116-ാം സങ്കീർത്തനം പാടിയിട്ടാണ് മലയിലേക്ക്, ഗത്സമൻ തോട്ടത്തിലേക്ക് പോകുന്നത്. 116-ാം സങ്കീർത്തനം പാടിയിട്ടാണ് മലയിലേക്ക് പോകുന്നത്. 116-ാം സങ്കീർത്തനത്തിൽ ഞാൻ 2-3 വാക്യങ്ങൾ വായിക്കാം. അതായത് പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധമുള്ള 2-3 വാക്യങ്ങൾ 116-ാം സങ്കീർത്തനത്തിൽ ഈശോ അത് പാടിയിട്ടാണ് ഗത്സമൻ തോട്ടത്തിലേക്ക് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് പോകുന്നത്. ഒന്നാമത്തേത് 12-ാമത്തെ വാക്യം 116:12 നിങ്ങൾ കേട്ടാൽ മതി. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം. പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം യേശു പാടിയ സങ്കീർത്തനമാണിത്. ഈ സങ്കീർത്തനം പാടുമ്പോൾ കർത്താവ്
പാടുകയാണ്, രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാം. അപ്പം ഈശോ ഈ സങ്കീർത്തനം പാടുമ്പോൾ ഈശോയുടെ മനസ്സിൽ എന്ത് കടന്നുപോയി? ലോകമൊക്കെയുള്ള ലക്ഷക്കണക്കിന് അൾത്താരകളിൽ പുരോഹിതന്മാര് ഈ പാനപാത്രം ഉയർത്തി യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നത് 116 സങ്കീർത്തനം പാടിക്കൊണ്ട് ഗത്സമനിയിലേക്ക് നടക്കുമ്പോൾ യേശു ഓർത്തിട്ടുണ്ടാവും. 1. 2, അടുത്ത വാക്യം കർത്താവ് പറയാണ്, 116 സങ്കീർത്തനത്തിന്റെ 16-ാമത്തെ വാക്യം. 16-ാമത്തെ വാക്യം, കർത്താവേ ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ ആരാണ് കർത്താവിന്റെ ദാസി? ആരാ? ഇതാ കർത്താവിന്റെ ദാസി. ആരാണ് ദാസി എന്ന് പറഞ്ഞത്? ആരാ? മാതാവ്, പരിശുദ്ധ അമ്മ. പരിശുദ്ധ കുർബാന കഴിഞ്ഞ് ഗത്സമനിയിലേക്ക് നടക്കുമ്പോൾ ഈ ഭാഗം പാടുമ്പോൾ, ഞാൻ അങ്ങയുടെ ദാസനും അങ്ങയുടെ ദാസിയുടെ പുത്രനുമാണെന്ന് പറഞ്ഞപ്പോൾ ഗത്സമനിയിലേക്കുള്ള വഴിയിൽ യേശു തൻ്റെ അമ്മയെ ഓർത്തു. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കുർബാനക്കിടയ്ക്ക് എന്തിനാ ഈ മാതാവിന്റെ പാട്ട് പാടുന്നേ? ആദ്യത്തെ കുർബാന അർപ്പിച്ചിട്ട് ഗത്സമനിയിലേക്ക് നടക്കുമ്പോൾ യേശു തൻ്റെ അമ്മയെക്കുറിച്ച് ഒരു പാട്ട് പാടിയത് കൊണ്ടാണ് ഞങ്ങൾ കുർബാനയ്ക്ക് അമ്മയെക്കുറിച്ച് പാടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അമ്മയെക്കുറിച്ച് പാടി. അമ്മയെക്കുറിച്ച് പാടി എന്ന് പറഞ്ഞാൽ ഈ സങ്കീർത്തനം പാടിയപ്പോൾ നിശ്ചയമായിട്ട് ഈശോ ഓർത്തു, തൻ്റെ അമ്മയെ ഓർത്തു. അത് വേദനാജനകമായൊരു ഓർമ്മയാണിത്. മനസ്സിലായോ? അമ്മയ്ക്ക് അറിയാം, ആത്മാവിൽ അറിയാം ഈശോ സഹിക്കാൻ പോകുന്ന പീഡകളൊക്കെ. പക്ഷേ ആ ഈശോ വളരെ വളരെ വേദനയോടെ, വളരെ പ്രയാസത്തോടെ തൻ്റെ അമ്മച്ചിയെ ഓർത്തു കുർബാന കഴിഞ്ഞ്. ഇനി അടുത്തത്, മൂന്നാമത്തേത് 17-ാമത്തെ വാക്യം, 116 സങ്കീർത്തനം 17. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും. കൃതജ്ഞതാബലി. ഇംഗ്ലീഷിൽ പരിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വാക്ക് യൂക്കരിസ്റ്റ് എന്നാണ്. എന്താണ് യൂക്കരിസ്റ്റ്? അത് യൂക്കരസ്തിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ആ വാക്ക് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? കൃതജ്ഞതാ പ്രകാശനം എന്നാണ്. അപ്പോൾ കുർബാന, കുർബാന എന്നല്ല, യൂക്കരിസ്റ്റ്, വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന യൂക്കരിസ്റ്റ് എന്ന് പറയുന്ന അതാണല്ലോ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വാക്ക്. ആ വാക്കിൻ്റെ അർത്ഥം കൃതജ്ഞതാ സ്തോത്രം എന്നാണ്. അതായത് പരിശുദ്ധ കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ, യൂക്കരിസ്റ്റ് മാളിക മുറിയിൽ അർപ്പിച്ചിട്ട് പോകുമ്പോൾ ഈശോ പാടി, കർത്താവേ ഞാൻ അങ്ങേക്ക് യൂക്കരിസ്റ്റ് അർപ്പിക്കും, ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ ബലി അർപ്പിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. താൻ സഖിയോൻ മാളികയിൽ അർപ്പിക്കുന്നത് വരാൻ പോകുന്ന തൻ്റെ ജനതയുടെ ആരാധനയാണ്, ബലിയാണ്. അതുകൊണ്ടാണ് ഈ ദിവസം ഇനിയുണ്ടല്ലോ കർത്താവ് അനായാസമായി കുരിശിലേക്ക് പോകും. ഇനി ഇപ്പോൾ കർത്താവിന് വേദനയുണ്ട്, നാളെ സംഭവിക്കാൻ പോകുന്നത് ഓർത്തിട്ട് വലിയ നിലവിളി വരും കർത്താവിൽ നിന്ന്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയ്ക്ക് വലിയ സമാധാനമുണ്ട്. കാരണം എന്താണ്? ഒരു വലിയ കാര്യം നടന്നു. അതായത് എന്താണ്? യൂദാസ് ഒറ്റിക്കൊടുക്കുന്നതിന് മുമ്പ് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ യേശുവിന് സാധിച്ചു, ബലി അർപ്പിച്ചു. ഈശോ ആ പെസഹ ബലി, അതിൻ്റെ ശരീരവും രക്തവും ശിഷ്യന്മാർക്ക് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഈ രാത്രി വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ്. എനിക്കൊരു കാര്യം ഉറപ്പാണ്. എന്താണ്? ഇന്ന് പരിശുദ്ധ കുർബാനയുടെ ഒരു അഭിഷേകം എല്ലാവരിലേക്കും ഒഴുകിയിട്ടുമുണ്ട്, അതുപോലെ ഒഴുകുകയും ചെയ്യും. ഇന്ന് രാത്രിയിലും നിങ്ങൾ പ്രാർത്ഥിക്കുക, ഒഴുകുകയും ചെയ്യും. എനിക്കത് ഇന്നത്തെ ദിവസം അത് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. മനസ്സിലായല്ലോ? എന്ന് വെച്ചാൽ അതാണ്, ഞാൻ ഈ പകലൊക്കെ ഇച്ചിരി നേരം ഇച്ചിരി സമയം കിട്ടിയ ഇച്ചിരി നേരമൊക്കെ ഒന്ന് ഉറങ്ങണമെന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്, ഇച്ചിരി സമയം കിട്ടിയ. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും പറ്റിയില്ല. അങ്ങനെ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ സമ്മതിക്കുന്നില്ല ഉള്ളിന്നേ. മനസ്സിലായി? ഞാനൊരു ഭയങ്കര കുഴിമടിയനാണ്. എനിക്കൊരു 10 മിനിറ്റ് കിട്ടിയ ചാരി ഇരുന്നാണെങ്കിലും ഞാൻ ഉറങ്ങുന്ന ആളാണ്. പക്ഷേ അങ്ങനെയല്ല. ഇന്നിങ്ങനെ നമുക്കറിയാതെ എന്താണ്, ഇന്ന് ഈശോ ഇങ്ങനെ ഒത്തിരി സാധനം വാരി വിതറുന്നൊരു സമയമാണ്. അപ്പോൾ അതെനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ശരിക്കും. ഞാൻ അത് ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെ ആയെന്ന് കർത്താവ് പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ. എന്ന് പറഞ്ഞാൽ അത് എനിക്കുള്ളത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു, തീർന്നു. മനസ്സിലായി? ഞാൻ ഇപ്പോൾ ഒരു കരിമ്പിൻ ചണ്ടി പോലെ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. അതങ്ങനെയാണത്. അതായത് എല്ലാ വിധത്തിലും നമ്മൾ അങ്ങ് ഈ മുഴുവൻ വെള്ളം ഒഴിച്ച് കളഞ്ഞൊരു പാത്രം പോലെ ആവും ചില ദിവസങ്ങളിൽ. മനസ്സിലായോ? അത് എനിക്കറിയാതെ എന്താണെന്നറിയാം, അത് ആ ജനം അതുപോലെ വിടുവിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. എനിക്കത് അതായത് നമ്മൾ ചില ശുശ്രൂഷകൾ നടത്തുമ്പോൾ നമ്മൾ കരിമ്പിൻ ചണ്ടി പോലാവും, ചവറ് പോലാവും എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല നമ്മളിൽ.
അതുപോലാവും. അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? അവിടെ അപ്പുറത്തിരിക്കുന്ന ആളുകൾ അതുപോലെ വിടുവിക്കപ്പെട്ടു എന്നുള്ളതിന് ശരീരത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു അടയാളമാണത്. ഇപ്പം ഞാൻ ആ അവസ്ഥയിലാണ്, മനസ്സിലായോ? ഇന്നലെയൊക്കെ നിന്ന പോലെ അല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇനി ഒന്നുമില്ല, ഒരു വാക്ക് പറയാനുള്ള ബലം ഇനി എനിക്കില്ല, തീർന്നു, എല്ലാം തീർന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറയുക? ഇന്ന് കർത്താവ് അതുപോലെ അതെനിക്ക് പകൽ മുഴുവൻ എനിക്ക് അത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ശരിക്കും. അതായത് കർത്താവ് ഇങ്ങനെ പരിശുദ്ധ കുർബാനയുടെ ഒരു അഭിഷേകം ഇങ്ങനെ രാവിലെ മുതൽ ഒഴുക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടിയോ? യെസ് ഓർ നോ? തീർച്ചയായിട്ടും കിട്ടിയെന്ന് എനിക്ക് ഉറപ്പാണ്. അത് കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ബലി അർപ്പിക്കാൻ ഒരു വലിയ അനുഗ്രഹം കിട്ടും, ബലിയോട് വലിയൊരു താല്പര്യം കിട്ടും. പരിശുദ്ധ കുർബാന അത് നമുക്ക് മനസ്സിലായോ? അത് ഉള്ളിൽ അങ്ങനെ വരും. കുർബാനയോടുള്ള ഭക്തി, സ്നേഹം, മനസ്സിലായില്ലേ? നമ്മൾ വിചാരിക്കും നമ്മൾ എന്തിനീ കരയുന്നേ, നമ്മൾ വിചാരിക്കും ഞാൻ എന്തിനീ കരയുന്നേ എന്ന് നമ്മൾ വിചാരിക്കും. നിങ്ങൾ വിചാരിക്കും എന്തിനീ കരയുന്നേ? നമ്മൾ പൊട്ടി കരഞ്ഞു പോകണം അറിയാതെ. എന്താ കാര്യം? എന്താ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്നാ സങ്കടം? ഒരു സങ്കടമില്ല. എന്നാ സങ്കടം? ഒരു സങ്കടമില്ല. പക്ഷേ കരയാണ്, വാവിട്ട് കരയാണ്. എന്താ കാര്യം? എന്തെങ്കിലും ഓർത്തിട്ടാണോ? എന്തെങ്കിലും കണ്ടിട്ടാണോ? ഒന്നുമല്ല. അതങ്ങനാണ്. അത് ഈ അകത്തെവിടെയോ ഒരു സാധനം പൊട്ടിയിട്ടുണ്ട്, അതിൻ്റെയാ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് കർത്താവ് ഒത്തിരി നമ്മളെ അനുഗ്രഹിച്ച ദിവസമാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 53 മുതൽ വായിക്കാം. അവർ യേശുവിനെ പ്രധാന പുരോഹിതൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എല്ലാ പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും നിയമജ്ഞരും ഒരുമിച്ച് കൂടി. പത്രോസ് പ്രധാന പുരോഹിതൻ്റെ മുറ്റം വരെ അവനെ അല്പം അകലെയായി അനുഗമിച്ചു. പിന്നീട് അവൻ പരിചാരകരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു. പുരോഹിത പ്രമുഖന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ വധിക്കുന്നതിന് അവനെതിരെ സാക്ഷ്യം അന്വേഷിച്ചു. പക്ഷേ അവർ കണ്ടെത്തിയില്ല. പലരും അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെങ്കിലും അവ തമ്മിൽ പൊരുത്തപ്പെട്ടില്ല. ചിലർ എഴുന്നേറ്റ് അവനെതിരെ ഇപ്രകാരം കള്ളസാക്ഷ്യം പറഞ്ഞു: കൈകൊണ്ട് പണിത ഈ ദേവാലയം ഞാൻ നശിപ്പിക്കുകയും കൈകൊണ്ട് പണിയാത്ത മറ്റൊന്ന് 3 ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യും എന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിലും അവരുടെ സാക്ഷ്യങ്ങൾ പൊരുത്തപ്പെട്ടില്ല. പ്രധാന പുരോഹിതൻ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദിച്ചു: ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതിന് നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ? അവൻ നിശബ്ദനായിരുന്നു, മറുപടിയൊന്നും പറഞ്ഞില്ല. പ്രധാന പുരോഹിതൻ വീണ്ടും ചോദിച്ചു: നീയാണോ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനായ ക്രിസ്തു? യേശു പറഞ്ഞു: ഞാൻ തന്നെ. മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ പ്രധാന പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു: ഇനി സാക്ഷികളെ കൊണ്ട് നമുക്കെന്താവശ്യം? ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങൾക്കെന്തു തോന്നുന്നു? അവൻ മരണത്തിന് അർഹനാണെന്ന് അവരെല്ലാവരും വിധിച്ചു. ചിലർ അവനെ തുപ്പാനും അവൻ്റെ മുഖം മൂടിക്കെട്ടി മുഷ്ടി കൊണ്ടിടിക്കാനും നീ പ്രവചിക്കുക എന്ന് അവനോട് പറയാനും തുടങ്ങി. ഭൃത്യന്മാർ അവൻ്റെ ചെകിട്ടത്ത് അടിച്ചു. ഇവിടെ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ, മർക്കോസ് ഒരു കാര്യത്തിന് വളരെ പ്രസിദ്ധനാണ്, സാൻഡ്വിച്ച് പാസേജുകൾക്ക്. അപ്പോൾ ഇത് വേറൊരു സാൻഡ്വിച്ച് പാസേജ് വരാൻ പോവുകയാണ്. അതായത് പത്രോസ്ലീഹായുടെ ജീവിതത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവത്തിൻ്റെ ഇടയിൽ, അതിനെ 2 പീസാക്കിയിട്ട് അതിനിടയിൽ ആണ് ഈ വിചാരണ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതായത് പത്രോസ്ലീഹ തള്ളിപ്പറയുന്നതും ആ തള്ളിപ്പറയുന്ന സംഭവത്തെ 2 കഷണമായിട്ട് മുറിച്ചിട്ട് അതിനിടയിലാണ് പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും നിയമജ്ഞരുമെല്ലാം യേശുവിനെ വിചാരണ ചെയ്യുന്നത് കൊണ്ടുവന്ന് മർക്കോസ് വെച്ചിരിക്കുന്നത്. അത് 54-ാമത്തെ വാക്യം വായിച്ചാൽ, പത്രോസ് പ്രധാന പുരോഹിതൻ്റെ മുറ്റം വരെ അവനെ അല്പം അകലെയായി അനുഗമിച്ചു. പിന്നീട് അവൻ പരിചാരകരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ മുറ്റം വരെ പത്രോസ് എത്തി. ഇതിനുശേഷം പത്രോസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ക്യാമറ നേരെ വിചാരണ സ്ഥലത്തേക്ക് പോവുകയാണ്. പത്രോസിനെ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനി വീണ്ടും പത്രോസിലേക്ക് തിരിച്ചു വരുന്നത് 66-ാമത്തെ വാക്യത്തിലാണ്. പത്രോസ് താഴെ മുറ്റത്ത് ഇരിക്കുമ്പോൾ ഉണ്ടോ. അപ്പോൾ പത്രോസിനെ ആ മുറ്റത്ത് ഇരുത്തിയിട്ട് അതിനിടയിലാണ് ഈ വിചാരണ പറയുന്നത്. അങ്ങനെ മർക്കോസ് ഇങ്ങനെ ഈ പാസേജസ് സാൻഡ്വിച്ച് ചെയ്യുന്നതിന് പല ഉദ്ദേശങ്ങളുമുണ്ട്.
പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, അതായത് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും ചെയ്തത് ഗൗരവമായ തിന്മ ആയിരിക്കുന്നത് പോലെ തന്നെ ഗൗരവമാണ് കൂടെ അനുഗമിച്ച ശിഷ്യനും തള്ളിപ്പറയുന്നത്. ഇതെല്ലാം ഒരേ ലൈനിൽ പോകുന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് യേശുവിനെ അറിയാത്ത ആളുകൾ യേശുവിനെ തള്ളിപ്പറയുന്നതും യേശുവിനെ അറിഞ്ഞ ആളുകൾ യേശുവിനെ തള്ളിപ്പറയുന്നതുമെല്ലാം യേശുവിനെ വിചാരണ സ്ഥലത്തേക്ക് വലിച്ചിഴയ്ക്കുന്നതിന് തുല്യമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇതെല്ലാം തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് പറയുന്നത്, പ്രതിപാദിക്കുന്നത്. അപ്പോൾ വായിക്കാം 53-ാമത്തെ വാക്യം. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് എന്താണ്? യേശുവിനെ പിടിച്ച് അവർ യേശുവിനെ ബന്ധിച്ചു. അവിടം വരെ കണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അടുത്ത കാര്യം, അവർ യേശുവിനെ പ്രധാന പുരോഹിതൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. യേശുവിനെ എവിടെ കൊണ്ടുപോയി? പ്രധാന പുരോഹിതൻ്റെ അടുത്തേക്ക്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്, ഇതിനകത്തൊരു ഐറണി, ഇതിനകത്തെ വൈരുദ്ധ്യം എന്താ? ആരാണ് യഥാർത്ഥത്തിൽ പ്രധാന പുരോഹിതൻ? യേശുവാണ്. ആ യേശുവിനെ ഈ ലോകത്തിൽ ദൈവം സ്ഥാപിച്ച ഒരു വ്യവസ്ഥിതിയുടെ അവസാനത്തെ കണ്ണിയായിട്ട് നിൽക്കുന്ന പ്രധാന പുരോഹിതൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഈ പ്രധാന പുരോഹിതൻ ആരാണ്? കയ്യാപ്പായാണ്. കയ്യാഫാസിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കയ്യാപ്പ, നമുക്ക് അതിനെക്കുറിച്ച്, ആ നേതൃത്വത്തെക്കുറിച്ച് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ നേതൃത്വം ആരംഭിച്ചത് പേട്രിയാർക്സിലാണ്, പൂർവ്വ പിതാക്കന്മാരിലാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്. അപ്പോൾ ഇസ്രായേലിൻ്റെ യഹൂദന്മാരുടെ നേതൃത്വം ആദ്യകാലത്ത് പേട്രിയാർക്സ് ആയിരുന്നു. പിന്നീട് അതിനുശേഷം ഇസ്രായേലിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് പ്രവാചകന്മാരാണ്. മോശ മുതൽ പിന്നീട് സാമുവേൽ വരെയുള്ള പ്രവാചകന്മാർ. അതിനുശേഷം ഇവരുടെ നേതൃത്വം ഏറ്റെടുത്തത് ന്യായാധിപന്മാരാണ്. ന്യായാധിപന്മാരുടെ കാലത്തിന് ശേഷം ഇസ്രായേലിൻ്റെ നേതൃത്വം രാജാക്കന്മാരുടെ ചുമലിലായിരുന്നു. അതിനുശേഷം നമ്മൾ കാണുന്ന സെദക്കിയായാണ് അവസാനത്തെ രാജാവ്. സെദക്കിയായുടെ കാലത്താണ് ബാബിലോണിലെ അടിമത്തത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയതിന് ശേഷം അവസാനത്തെ രാജാവായ സെദക്കിയായും കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രായേലിൽ രാജഭരണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അവർ ദാവീദിൻ്റെ നഷ്ടപ്പെട്ട രാജ്യം പുനഃസ്ഥാപിക്കണമേ എന്ന് കാലാകാലങ്ങളായി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഈ നഷ്ടപ്പെട്ടു പോയ രാജ്യത്വത്തിൻ്റെ ഓർമ്മകളിലാണ്. അപ്പോൾ ഈ ഇസ്രായേലിന് പിന്നെ ഒരു രാജാവില്ല. അപ്പോൾ അവരിനി ഒരു രാജാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ആരെയാണ്? മിശിഹായെയാണ്. മിശിഹാ രാജാവാണ്. അതുകൊണ്ടാണ് ഈശോ രാജാവായിട്ട് നഗരത്തിലേക്ക് എഴുന്നള്ളുന്നത്, മിശിഹായാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു പേട്രിയാക്സ്, പിന്നീട് പ്രോഫറ്റ്സ്, അതിനുശേഷം ജഡ്ജസ്, പിന്നെ കിങ്സ്. അത് കഴിഞ്ഞിട്ട് ആ സെദക്കിയ വരെയുള്ള ആ രാജവാഴ്ചയുടെ കാലത്തിന് ശേഷം ഇസ്രായേലിനെ നയിച്ചുകൊണ്ടിരുന്നത് ആരാണ്? പുരോഹിതന്മാരാണ്. അപ്പോൾ പ്രധാന പുരോഹിതനായ ജോഷുവ പ്രവാസത്തിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം പ്രധാന പുരോഹിതനായ ജോഷുവ മുതൽ കയ്യാപ്പ വരെ, നമ്മൾ ബൈബിളിലെ പുതിയ നിയമത്തിൻ്റെ ആ കാലം വരെ, പിന്നീട് അവരുടെ ലീഡർഷിപ്പ് പുരോഹിതന്മാരുടെ ചുമലിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഈ കയ്യാപ്പാസ്? ആ യഹൂദ മതത്തിൻ്റെ ദ ഹയസ്റ്റ് അതോറിറ്റി, ആ യഹൂദ മതത്തിൻ്റെ അവസാന വാക്ക്, യഹൂദ വംശത്തിൻ്റെ അന്തിമ വാക്ക്, ആത്യന്തികമായ അധികാരം കൈയാളിയിരിക്കുന്ന ആൾ. കയ്യാപ്പ എന്ന് പറയുമ്പോൾ നമ്മളൊരു പുരോഹിതൻ എന്ന് മാത്രം കാണരുത്. അയാളൊരു രാജാവിന് തുല്യം അധികാരമുള്ള ആളാണ്. അയാൾ ഒരു പ്രവാചകന് തുല്യം അധികാരമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രധാന പുരോഹിതന് പെട്ടെന്ന് ജനത്തെ സ്വാധീനിക്കാൻ പറ്റുന്നത്. കാരണം അവർ രാജതുല്യം ആ മതവിഭാഗത്തിൻ്റെ തലവനാണ്. അപ്പോൾ അതാണ് കയ്യാപ്പ. അപ്പോൾ അവർ യേശുവിനെ പ്രധാന പുരോഹിതൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. എല്ലാ പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും നിയമജ്ഞരും ഒരുമിച്ച് കൂടി എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ കൂടിയ സംഘം സെൻഹദ്രീൻ സംഘമാണ്. സെൻഹദ്രീൻ സംഘം കൺസിസ്റ്റ് ചെയ്തിരുന്നത് ഈ പറഞ്ഞ ആളുകളെ ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ പെട്ടെന്ന് അവരൊരു സെൻഹദ്രീൻ സംഘം വിളിച്ചു കൂട്ടി. എന്നിട്ട് അവർ യേശുവിനെ വിചാരണ ചെയ്യാൻ പോവാണ്. ഇനി മറ്റൊരു കാര്യം നമ്മളിവിടെ കാണേണ്ടത്, ഇവിടെ മർക്കോസിൻ്റെ ഗുരുവായ പത്രോസിനെ കുറിച്ച് ഏറ്റവും സത്യസന്ധമായ ചില വിവരണങ്ങൾ അവതരിപ്പിക്കാൻ പോവാണ്. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതും പത്രോസ് യേശുവിനെ അകലെയായി അനുഗമിച്ചതും പത്രോസ് മുറ്റത്തിരുന്ന് തീ കാഞ്ഞതുമെല്ലാം മർക്കോസിന് ഒരു കാരണവശാലും അറിയാൻ
യാതൊരു സാധ്യതയുമില്ല. എങ്ങനെയാവും അറിഞ്ഞത്? മർക്കോസ് ഇതെങ്ങനെ ഈ വിവരങ്ങൾ അറിഞ്ഞത്? പത്രോസ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, പത്രോസിൻ്റെ സത്യസന്ധതയാണ് ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത്. മർക്കോസിൻ്റെ സത്യസന്ധത എന്നതിനേക്കാൾ ഇത് പത്രോസിൻ്റെ സത്യസന്ധതയാണ്. അതായത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പരാജയത്തെ അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു മനുഷ്യൻ്റെ സത്യസന്ധമായ ഒരു നിലപാടിനെ മർക്കോസ് അതുവഴി പകർത്തുന്നേ ഉള്ളൂ. പത്രോസിന് ഇഷ്ടമല്ലെങ്കിൽ മർക്കോസ് ഇത് എഴുതുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പത്രോസ് പറയുകയാണ് എനിക്കങ്ങനെ സംഭവിച്ചു, പക്ഷേ നീ അത് എഴുതണ്ടെന്ന് പറഞ്ഞാൽ മർക്കോസ് ഇത് എഴുതുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെയാണ് ഈ പ്രത്യേകിച്ച് നേതൃത്വത്തിലിരിക്കുന്നവരുടെ ആ സുതാര്യത, സത്യസന്ധത, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതാണ് മർക്കോസിനെ, ഞാനിപ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏത് പരാജയം എഴുതിയാലും പത്രോസ് ഒഫൻഡഡ് ആവില്ല എന്നറിയാവുന്നതുകൊണ്ടല്ലേ മർക്കോസ് ഇത് എഴുതിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ മർക്കോസ് എന്ത് സത്യസന്ധനായിരുന്നു എന്നല്ല ചിന്തിക്കേണ്ടത്, പത്രോസ് എന്ത് സത്യസന്ധനായിരുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ യഥാർത്ഥ ചിത്രം വരച്ചിടുകയാണ്. അപ്പോൾ അവിടെയാണ് അതാണ് പറയുന്നത്, അവൻ അകലെയായി അനുഗമിച്ചു, പിന്നീട് അവൻ പരിചാരകരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു. ഇനി നമ്മൾ യേശുവിൻ്റെ വിചാരണയിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഈ വിചാരണയ്ക്ക് അവരാദ്യം യേശുവിനെ ട്രയൽ ചെയ്യാൻ അവരാദ്യം അന്വേഷിക്കുന്നത് ആരെയാണ്? സാക്ഷികളെയാണ്. അതായത് ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ മിനിമം 2 സാക്ഷികൾ വേണമെന്ന് യഹൂദന്മാരുടെ നിയമത്തിലുണ്ട്. അപ്പോൾ ഇവരാദ്യം അന്വേഷിക്കുകയാണ് ആരെ കിട്ടും യേശുവിനെതിരെ ഒരു സാക്ഷ്യം പറയാൻ. അപ്പോൾ നമ്മൾ 2 കാര്യമാണ് ഇവിടെ കാണുന്നത്. ഒന്ന്, ഈ സാക്ഷികളെ അന്വേഷിക്കുമ്പോൾ കിട്ടില്ല. ഇതെല്ലാം ഓർക്കാപ്പുറത്താണ്, പ്ലാൻ ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഈ മീറ്റിംഗ് കൂടിയിട്ട് യേശുവിനെതിരെ സാക്ഷ്യം പറയാൻ അവരാദ്യം അന്വേഷിക്കുമ്പോൾ ആളെ കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ അവർ കിട്ടിയവരെ കൊണ്ട് പറയിപ്പിച്ചപ്പോൾ പറഞ്ഞതൊന്നും പൊരുത്തപ്പെട്ടില്ല. അത് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ശരി, 2 കാര്യം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, അവർ പെട്ടെന്നൊരു സാക്ഷിയെ ഉണ്ടാക്കി. പെട്ടെന്ന് ഒരു സാക്ഷി എന്നൊക്കെ പറഞ്ഞു, പടയ്ക്ക രാജു സാക്ഷിയാണ് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സാക്ഷി, വേഗം ഒരു സാക്ഷി. ഇനി അത് കഴിയുമ്പോൾ എന്താണ്, ആ സാക്ഷി ആദ്യം അന്വേഷിക്കുമ്പോൾ സാക്ഷിയില്ല, അപ്പോൾ ഒരു സാക്ഷിയെ ഉണ്ടാക്കി. അപ്പോൾ ആ സാക്ഷിയെ ഉണ്ടാക്കി കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? ആ സാക്ഷി പറയുന്നത് പൊരുത്തപ്പെടുന്നില്ല. അതായത് 2 പേര് പറയുമ്പോൾ ഇത് തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. വായിക്കാം. പുരോഹിത പ്രമുഖന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ വധിക്കുന്നതിന് വായിച്ചു അവനെതിരെ സാക്ഷ്യം അന്വേഷിച്ചു, പക്ഷെ അവർ കണ്ടെത്തിയില്ല. കണ്ടോ? അടുത്തത്, പലരും അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെങ്കിലും അവ തമ്മിൽ പൊരുത്തപ്പെട്ടില്ല. ചിലർ എഴുന്നേറ്റ് അവനെതിരെ ഇപ്രകാരം കള്ളസാക്ഷ്യം പറഞ്ഞു, കൈകൊണ്ട് പണിത ഈ ദേവാലയം ഞാൻ നശിപ്പിക്കുകയും കൈകൊണ്ട് പണിയാത്ത മറ്റൊന്ന് 3 ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യുമെന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു 15 കാരണം ഞാൻ പറയാം പെട്ടെന്ന്. അതായത് യേശുവിൻ്റെ ഒരു 15, ഇപ്പം 15 മുഴുവൻ പറയാൻ പറ്റിയില്ലെങ്കിലും നമുക്കൊരു 5-6 ഞാൻ പെട്ടെന്ന് പറയാം. എന്താണ്? യേശുവിൻ്റെ ഈ ട്രയല് തികച്ചും അനീതി നിറഞ്ഞതായിരുന്നു. ഈ വിചാരണ അനീതി നിറഞ്ഞതായിരുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ചില കാരണങ്ങൾ പെട്ടെന്ന് പറയാം. നമ്മൾ ശരിക്കും വായിച്ചെടുത്താൽ ഒരു 10-15 കാരണം കണ്ടെത്താൻ പറ്റും. പെട്ടെന്ന് ഞാൻ വേഗം ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവനെതിരെ ഒരു ചാർജ് കൊടുത്തിട്ടില്ല, ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. എന്തിന് അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് അവരുടെ നിയമം. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യണം. അത് ചെയ്തിട്ടില്ല. ഒന്ന്. രണ്ടാമത്തേത്, അറസ്റ്റ് ചെയ്യുന്നത് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? അറസ്റ്റ് ചെയ്യുന്നത് വളരെ മോശപ്പെട്ട ഒരു സമയത്താണ്, അർദ്ധരാത്രിയിലാണ്. ഒരു മനുഷ്യന് തന്നെ ഡിഫെൻഡ് ചെയ്യാൻ ആരുമില്ലാത്തൊരു സമയത്താണ് അറസ്റ്റ് ചെയ്യുന്നത്. മൂന്നാമത്തേത്, ഈ ട്രയൽ നടക്കുന്നത് ഒരു അനൗദ്യോഗികമായ സ്ഥലത്താണ്. ഇതൊരു കോടതി മുറിയിലല്ല, ഒരാളുടെ വീട്ടിലാണ്. മനസ്സിലായല്ലോ? അതായത് ഇത് കയ്യാപ്പായുടെ അവരുടെ നിയമം അനുസരിച്ചും അവരുടെ പാരമ്പര്യം പശ്ചാത്തലം അനുസരിച്ചും ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു ക്രിമിനൽ കുറ്റം ചുമത്തി വിചാരണ ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യനെ വിചാരണ ചെയ്യേണ്ടത് അവർ സമ്മേളിക്കുന്ന അവരുടെ ഒഫീഷ്യൽ സമ്മേളന സ്ഥലത്താണ്. അങ്ങനെയല്ല, ഇത് പെട്ടെന്ന് അവരുടെ വീട്ടിൽ വെച്ച് നടന്ന ഒരു പ്രൈവറ്റ് കോർട്ടാണിത്. മൂന്നാമത്തേത്. നാലാമത്തേത്, ഈ സാക്ഷികളെ കണ്ടെത്തുകയാണ്. സാക്ഷികളെ ആദ്യം കിട്ടുന്നില്ല, കണ്ടെത്തുകയാണ്. അങ്ങനെ സാക്ഷികളെ കണ്ടെത്തി കഴിയുമ്പോൾ ഈ സാക്ഷികൾ പറഞ്ഞ സാക്ഷ്യങ്ങൾ പൊരുത്തപ്പെടാതിരിക്കുമ്പോൾ തന്നെ
ഇയാളെ വെറുതെ വിടേണ്ടതാണ്. സത്യസന്ധമായൊരു കോടതിയാണെങ്കിൽ 2 സാക്ഷികളെ പറഞ്ഞത് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അതിനാൽ തന്നെ ഇയാൾ നിരപരാധിയാണ്, അയാളെ വെറുതെ വിടേണ്ടതാണ്. അടുത്തത് നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഈ ഭാഗം നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയനുസരിച്ച് നടന്ന നാടകമാണിത്. അതായത് വിധി ഓൾറെഡി ഇവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മുടെ പല സന്ധ്യാ ചർച്ചകളിലും കാണുന്നത് പോലെ ഓൾറെഡി ഇപ്പം ന്യൂസ് അവർ തുടങ്ങുന്നതിന് മുമ്പ് ന്യൂസ് അവറിൻ്റെ എന്താണ് ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിയേണ്ട ആശയമെന്ന് തയ്യാറാക്കി വെച്ചിട്ട് നടത്തുന്ന ഒരു പൊറാട്ട് നാടകമാണ് വൈകുന്നേരത്തെ അന്തിച്ചർച്ചകൾ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ വിധി ഓൾറെഡി അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ്? ഇവനെ ദൈവദൂഷണ കുറ്റത്തിന് ഒരാളെ കൊല്ലാം യഹൂദ മതത്തിൽ. അപ്പോൾ ഇവനെ ദൈവദൂഷണ കുറ്റത്തിന് കൊല്ലണം. ഇത് ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, വിധി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. പിന്നീട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് ഇനി ആ ഡയറക്റ്റായ കാര്യങ്ങളിലേക്ക് പോവാം. ഇവർ പറഞ്ഞ സാക്ഷ്യങ്ങൾ നോക്കിയേ. ഇത് ശരിക്കും പറഞ്ഞാൽ കർത്താവ് ഈശോ അല്ലെങ്കിൽ ദൈവം ഇത് നേരത്തെ പ്രവചിച്ചിട്ടുണ്ട് അല്ലേ? 35-ാമത്തെ സങ്കീർത്തനം എടുത്തേ. 35-ാമത്തെ സങ്കീർത്തനത്തിൽ 11-12 വാക്യങ്ങൾ. 35-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 11-12 നീച സാക്ഷികൾ എഴുന്നേൽക്കുന്നു, ഞാൻ അറിയാത്ത കാര്യങ്ങൾ അവർ എന്നോട് ചോദിക്കുന്നു, നന്മയ്ക്ക് പ്രതിഫലമായി അവർ എനിക്ക് തിന്മ തരുന്നു, ഞാൻ നിസ്സഹായൻ ആയിരിക്കുന്നു. അപ്പോൾ ഇവരെന്താ ഈ പറയുന്നത്? ഇവർ പറഞ്ഞ ആരോപണം എന്താണ്? ആരോപണം ഇതാണ്, വാക്യം 58. കൈകൊണ്ട് പണിത ഈ ദേവാലയം ഞാൻ നശിപ്പിക്കുകയും കൈകൊണ്ട് പണിയാത്ത മറ്റൊന്ന് 3 ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യും എന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല. യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാനത് പണിതുയർത്തും എന്നാണ് പറയുന്നത്. യേശു ഞാൻ ദേവാലയം നശിപ്പിക്കും എന്ന് യേശു പറഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ? അതായത് 2 സന്ദർഭങ്ങളിൽ പല സന്ദർഭങ്ങളിൽ യേശു പറഞ്ഞ കാര്യങ്ങൾ എടുത്തു വച്ചിട്ട് അവരൊരു ആർഗ്യുമെൻ്റ് ഉണ്ടാക്കുകയാണ്. യേശു ഞാൻ ഈ ദേവാലയം നശിപ്പിക്കും എന്ന് യേശു പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, ഞാനിത് 3 ദിവസം കൊണ്ട് പണിതുയർത്തും. ശരിക്കും പറഞ്ഞാൽ ദേവാലയം നശിപ്പിച്ച ആരാ? യേശു എന്ന ദേവാലയത്തെ, ആ ശരീരത്തെ ഇല്ലായ്മ ചെയ്തതാരാ? അവരാണ്. നിങ്ങൾ നശിപ്പിക്കുക, ഞാൻ പണിതുയർത്താന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈശോ പറഞ്ഞതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിട്ട് ഒരു കള്ളസാക്ഷ്യം അവർ പറയുകയാണ്. കൈകൊണ്ട് പണിത ഈ ദേവാലയം ഞാൻ നശിപ്പിക്കുകയും കൈകൊണ്ട് പണിയാത്ത മറ്റൊന്ന് 3 ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യുമെന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിലും അവരുടെ സാക്ഷ്യങ്ങൾ പൊരുത്തപ്പെട്ടില്ല. അപ്പോൾ ഈശോ ദേവാലയം നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടില്ല. ഇനി അടുത്തത് വായിച്ചേ. ഇക്കാര്യത്തിലും അവരുടെ സാക്ഷ്യങ്ങൾ പ്രധാന പുരോഹിതൻ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദിച്ചു, ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതിന് നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ? അവൻ നിശബ്ദനായിരുന്നു, മറുപടിയൊന്നും പറഞ്ഞില്ല. പ്രധാന പുരോഹിതൻ വീണ്ടും ചോദിച്ചു, നീയാണോ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനായ ക്രിസ്തു, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു? യേശു പറഞ്ഞു, ഞാൻ തന്നെ. മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ ഈശോ എന്താ പറയുന്നത്? ഈശോ പറയുകയാണ്, ഞാൻ തന്നെ. നേരത്തെ ഇത് വായിച്ചിട്ടുണ്ട്. ഈശോ താൻ ദൈവമാണെന്ന് ഇവിടെ ഡയറക്റ്റായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഏഗോ ഏമി, ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞത് ഞാൻ തന്നെ. സെയിം വാക്കുകളാണ്. ഞാൻ തന്നെ. ഈശോ മിശിഹായാണെന്നും ദൈവോത്തരനാണെന്നും ഡയറക്റ്റായി പ്രഖ്യാപിക്കുന്നൊരു വാക്യം ഇതാണ്, ഞാൻ തന്നെ. അപ്പോൾ ഇത് മാത്രമല്ല, ദൈവോത്തരനാണെന്ന് പറയുക മാത്രമല്ല ഈശോ ചെയ്യുന്നത്, ദാനിയേലും ദാവീദും പ്രവചിച്ച വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരാൻ പോകുന്ന മനുഷ്യപുത്രൻ താനാണെന്നുകൂടി യേശു പ്രഖ്യാപിച്ചു. അതായത് പറയുകയാണ്, നിങ്ങൾക്കിനി ഒഴികഴിവില്ല എന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. എന്താ കർത്താവ് പറയുന്നത്? ഞാൻ തന്നെ. യേശു പറഞ്ഞു, ഞാൻ തന്നെ. മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ പ്രധാന പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം? ഇനി ഞാൻ ഈ 2 എപ്പിസോഡുകളും മാർക്ക് ഒരുമിച്ച് വെച്ചത് എന്താണെന്ന് പറയാം. ഇതെന്തിനായിരിക്കും? ഈ കയ്യാപ്പ വസ്ത്രം കീറി തള്ളിപ്പറയുന്നതും
പത്രോസ് തള്ളിപ്പറയുന്നതും തമ്മിൽ ഒരുമിച്ച് വെച്ചത് എന്തിനാണ്, അടുത്തടുത്ത് കൊണ്ടുവന്ന എന്തിനാണ് എന്ന് നമ്മൾ കാണാൻ പോവാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഈ പ്രധാന പുരോഹിതൻ ഒരിക്കലും വസ്ത്രം കീറാൻ പാടില്ല എന്ന് നിയമമുണ്ടായിരുന്നു. പ്രധാന പുരോഹിതൻ വസ്ത്രം കീറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വായിച്ചേ, ലേവ്യരുടെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ലേവ്യരുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിച്ചേ. ലേവ്യർ 10:6 വായിച്ചേ. ലേവ്യരുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം എന്താണ്? എടുത്തോ. മോശ അഹറോനോടും മോശ എന്താ പറഞ്ഞത്? മോശ ഒരു കാര്യം അവരോട് പറയുകയാണ്. മോശ അഹറോനോട് അവൻ്റെ പുത്രന്മാരായ എലിയാസറിനോട് ഇത്താമറിനോട് പറഞ്ഞു, നിങ്ങൾ തല നഗ്നമാക്കുകയോ വസ്ത്രം വലിച്ചു കീറുകയോ അരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിക്കുകയും ജനം മുഴുവൻ്റെയും മേൽ ദൈവകോപം നിപതിക്കുകയും ചെയ്യും. അതായത് പ്രധാന പുരോഹിതന്മാർ വസ്ത്രം കീറാൻ പാടില്ല എന്ന് നിയമം ഉണ്ടായിരുന്നു. പ്രധാന പുരോഹിതൻ വസ്ത്രം കീറിയാൽ എന്ത് സംഭവിക്കും? അയാളുടെ പ്രധാന പൗരോഹിത്യം ഇല്ലാതാവും. പ്രധാന പുരോഹിതൻ വസ്ത്രം കീറിയാൽ അയാളുടെ പ്രധാന പൗരോഹിത്യം ഇല്ലാതാവും. ഇവിടെ കയ്യാപ്പായുടെ പൗരോഹിത്യം ടെക്നിക്കലി അവസാനിക്കുകയാണ്. ആ സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന ആരാ? താഴെ മുറ്റത്തിരിക്കുന്ന ഒരാൾ വരാൻ പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ലേ? ഹൈ പ്രീസ്റ്റ് താഴെ മുറ്റത്തൊരാൾ തീ കാഞ്ഞുകൊണ്ടിരിപ്പല്ലേ, ഇത് വരികയാണ്. അപ്പോൾ കയ്യാപ്പ വസ്ത്രം കീറിയതിന് നിസാരമായ ഒരു സാങ്കത്യമുള്ള ഇവിടെ ഉള്ളത്. അയാളുടെ പ്രീസ്റ്റ്ഹുഡ് തീർന്നു. അയാൾ മരിക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ വസ്ത്രം കീറിയാൽ മരിക്കുമെന്ന് പറഞ്ഞാൽ യഹൂദ നിയമത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ അവർ നടത്തിയപ്പോൾ അവർ പറഞ്ഞിരുന്നു, പ്രധാന പുരോഹിതൻ വസ്ത്രം കീറിയാൽ പൗരോഹിത്യം, അയാളുടെ പൗരോഹിത്യത്തിൽ നിന്ന് അയാൾ മാറ്റപ്പെടുകയാണ്. ആരും ചോദ്യം ചെയ്യാനില്ലാത്തൊരു കാലത്ത് കയ്യാപ്പ വീണ്ടും കുറച്ച് നാളൂടെ, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മയനുസരിച്ച് കഷ്ടിച്ച് ഇത് കഴിഞ്ഞിട്ട് ഒരു 15 കൊല്ലം കൂടി ഇയാൾ പുരോഹിതനായിട്ട് തുടരുകയും പിന്നീട് ഇയാൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു, കയ്യാപ്പ. അപ്പോൾ പ്രധാന പുരോഹിതൻ വസ്ത്രം കീറി. വായിച്ചേ. പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ എന്താണ് യേശുവിനെതിരെ അവരുന്നയിക്കുന്ന ആരോപണം? എന്താണ്? ദൈവദൂഷണം. ദൈവദൂഷണം യഹൂദ നിയമം അനുസരിച്ച് മരണശിക്ഷ അർഹിക്കുന്നതാണ്. ദൈവദൂഷണത്തിന് കൊല്ലാം. ഒരാൾ ദൈവദൂഷണം പറഞ്ഞാൽ അയാളെ കൊല്ലാം, അയാളെ കല്ലെറിഞ്ഞ് കൊല്ലാം. ഇനി അടുത്ത എന്താ അവർ ചെയ്യുന്നത്? അവൻ മരണത്തിന് അർഹനാണെന്ന് അവരെല്ലാവരും വിധിച്ചു. ചിലർ അവനെ തുപ്പാനും അവൻ്റെ മുഖം മൂടിക്കെട്ടി മുഷ്ടി കൊണ്ട് ഇടിക്കാനും നീ പ്രവചിക്കുക എന്ന് അവനോട് പറയാനും തുടങ്ങി. ഭൃത്യന്മാർ അവൻ്റെ ചെകിട്ടത്ത് അടിച്ചു. അപ്പോൾ ഈശോയുടെ പീഡാനുഭവങ്ങൾ ആരംഭിക്കുകയാണ്. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ കർത്താവ് പ്രവചിച്ചിട്ടുണ്ട്. യെശയ്യാ 50-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു, നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. അപ്പോൾ ആ പറഞ്ഞത് എക്സാക്ട്ലി ഇവിടെ സംഭവിക്കുകയാണ്. ചിലർ അവനെ തുപ്പാനും അവൻ്റെ മുഖം മൂടിക്കെട്ടി മുഷ്ടി കൊണ്ട് ഇടിക്കാനും നീ പ്രവചിക്കുക എന്ന് അവനോട് പറയാനും തുടങ്ങി. ഭൃത്യന്മാർ അവൻ്റെ ചെകിട്ടത്ത് അടിച്ചു. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 65 വരെ മനസ്സിലാക്കി. ഇനി 66 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പത്രോസ് താഴെ മുറ്റത്തിരിക്കുമ്പോൾ പ്രധാന പുരോഹിതൻ്റെ പരിചാരികമാരിൽ ഒരുവൾ വന്ന് അവൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അവനെ നോക്കി പറഞ്ഞു, നീയും നസ്രായനായ യേശുവിൻ്റെ കൂടെ ആയിരുന്നല്ലോ. അവനാകട്ടെ, നീ പറയുന്നത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നിഷേധിച്ച് പറഞ്ഞു. പിന്നെ അവൻ പുറത്ത് പടിവാതിക്കലേക്ക് പോയി. ആ പരിചാരിക അവനെ പിന്നെയും കണ്ടപ്പോൾ അടുത്ത് നിന്നവരോട് പറഞ്ഞു, ഇവൻ അവരിൽ ഒരുവനാണ്. അവൻ വീണ്ടും അത് നിഷേധിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അടുത്ത് നിന്നവർ പത്രോസിനോട് പറഞ്ഞു, നിശ്ചയമായും നീ അവരിൽ ഒരുവനാണ്, നീയും ഗലീലക്കാരനാണല്ലോ.
നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി. ഉടൻ തന്നെ കോഴി 2-ാം പ്രാവശ്യം കൂവി. കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ ഉള്ളുരുകി കരഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കയ്യാപ്പായുടെ പൗരോഹിത്യം അവസാനിക്കുകയാണ്. ആ സ്ഥാനത്തേക്ക് കർത്താവ് പത്രോസിനെ ഉയർത്തുകയാണ്. പത്രോസിനെ ഉയർത്തുന്നത് കയ്യാപ്പായും പത്രോസും ഈ സന്ദർഭത്തിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷെ കയ്യാപ്പ ഉള്ളുരുകി കരഞ്ഞില്ല, അതിനെക്കുറിച്ച് അനുതപിച്ചില്ല, അതിനെക്കുറിച്ച് മനസ്തപിച്ചില്ല. എന്നാൽ പത്രോസ് ഉള്ളുരുകി കരഞ്ഞു. അതാണ് അവനെ ആ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തുന്നത്. ഇപ്പോൾ പുതിയ നിയമത്തിൻ്റെ വലിയൊരു തലം നമുക്കിവിടെ കാണിച്ചു തരികയാണ്. ജീവിതത്തിലെ അപരാധങ്ങൾ, കുറവുകൾ ഓർത്ത് മനസ്സുരുകി കരയുന്ന വ്യക്തികളെ ദൈവത്തിന് ഉയർത്താൻ പറ്റും. അപ്പോൾ അത് ഈ പത്രോസിൻ്റെ ഉദാഹരണത്തിലൂടെ കാണിക്കുകയാണ്. നമ്മൾ ഇവിടെ കാണുന്നത് എന്താണ്? ഹൈ പ്രീസ്റ്റ് വേഴ്സസ് ഹൈ പ്രീസ്റ്റ്. അതാണ് ഈ എപ്പിസോഡുകൾ തമ്മിലുള്ള ബന്ധം. കയ്യാപ്പായും പത്രോസും തമ്മിലുള്ള ഒരു താരതമ്യം നടത്തുകയാണ് മർക്കോസ്. അപ്പോൾ പത്രോസിനെ കുറിച്ച് ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മനുഷ്യൻ പത്രോസ് തള്ളിപ്പറഞ്ഞു, യൂദാസ് ഒറ്റിക്കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ, യൂദാസ് ഒറ്റിക്കൊടുത്തു ഫൈൻ. പത്രോസിനെ കുറിച്ച് നമ്മൾ കാണേണ്ടത്, അദ്ദേഹം തള്ളിപ്പറഞ്ഞു എന്നുള്ളത് സത്യമായിരിക്കെ തന്നെ കുറേ നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിലുണ്ട്. മറ്റ് ശിഷ്യന്മാരിൽ ഇല്ലാതിരുന്ന കുറേയധികം നല്ല കാര്യങ്ങൾ പത്രോസിലുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ബാക്കി എല്ലാവരും ഓടിപ്പോയി. വേറെ ആരും ഈ യേശുവിന് എന്ത് സംഭവിക്കും എന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ അനുഗമിച്ചില്ല. ഈശോയ്ക്ക് എന്താ സംഭവിക്കാൻ പോകുന്നേ? ബാക്കി എല്ലാവരും ഓടി അവരവരുടെ മാളങ്ങളിൽ ഒളിച്ചപ്പോൾ പത്രോസ് പ്രധാന പുരോഹിതൻ്റെ മുറ്റം വരെ എങ്കിലും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രധാന പുരോഹിതൻ്റെ മുറ്റം വരെ എങ്കിലും പത്രോസ് അനുഗമിച്ചു. രണ്ടാമത്തേത്, നമ്മൾ ഈ ഭാഗത്ത് കാണുന്ന പത്രോസിൻ്റെ മറ്റൊരു നന്മ എന്താണ്? അദ്ദേഹം ഇത് തിരിച്ചറിഞ്ഞപ്പോൾ ഉള്ളുരുകി കരഞ്ഞു. മൂന്നാമത്തേത്, സംഭവിച്ചതെല്ലാം തൻ്റെ ശിഷ്യനായ മർക്കോസിനോട് തുറന്നു പറഞ്ഞു, കുമ്പസാരിച്ചു. അപ്പോൾ പത്രോസിന് ഈ ഭാഗത്ത് നമ്മൾ പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ബലഹീനത കാണാൻ പോകുമ്പോൾ നമ്മൾ കട്ട് ആൻഡ് റൈറ്റ് പത്രോസ് തള്ളിപ്പറഞ്ഞു എന്നൊരു വിധി പ്രഖ്യാപിക്കുന്നതിന് പകരം ഈ മനുഷ്യന് ഒത്തിരി നല്ല ഗുണങ്ങളുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആ മനുഷ്യൻ അനുഗമിച്ചു, അകലെയായിട്ടാണെങ്കിലും അനുഗമിച്ചു, മുറ്റം വരെ എത്തി. ഈ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ ഇരുന്ന് തീ കായെന്ന് വിചാരിച്ചിട്ടല്ല. അതായത് അവിടെ എന്ത് നടക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ് ഇവരുടെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ സംഭവം കഴിയുമ്പോൾ ഉള്ളുരുകി കരഞ്ഞു. പിന്നെ ജീവിതത്തിൽ സംഭവിച്ചത് തൻ്റെ അനന്തരഗാമികളോട് എല്ലാം തുറന്നു പറഞ്ഞു സത്യസന്ധമായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? പത്രോസ് ഇങ്ങനെ മുറ്റത്ത് ഇരിക്കുമ്പോൾ, വായിച്ചേ, അവൻ താഴെ മുറ്റത്തിരിക്കുമ്പോൾ പ്രധാന പുരോഹിതൻ്റെ പരിചാരികമാരിൽ ഒരുവൾ വന്ന് അവൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അവനെ നോക്കി പറഞ്ഞു, നീയും നസറായനായ യേശുവിൻ്റെ കൂടെ ആയിരുന്നല്ലോ. അവനാകട്ടെ, നീ പറയുന്നത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നിഷേധിച്ച് പറഞ്ഞു. ഡിനൈ ചെയ്തു അല്ലേ? ഡിനൈ ചെയ്തു. എന്ത് ഡിനൈ ചെയ്യണമെന്നാണ് ഈശോ പറഞ്ഞേ? ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ്. തന്നെ പരിത്യജിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ. ഇവിടെ എന്താ സംഭവം? എന്നിട്ട് ഈശോ പറഞ്ഞു, സ്വന്തം ജീവൻ രക്ഷിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. അപ്പോൾ എക്സാക്ട്ലി ഈശോ പറഞ്ഞത് ഇവിടെ നടക്കാൻ പോവാണ്. എക്സാക്ട്ലി കർത്താവ് കുറച്ചു മുമ്പ് പറഞ്ഞത്, ശിഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിച്ച് കുറച്ചു മുമ്പ് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ്. അവൻ തന്നെ നിഷേധിക്കട്ടെ, എന്നിട്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഇനി ആരെങ്കിലും സ്വന്തം ജീവൻ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവനത് ലൂസ് ചെയ്യും. ഇത് ഈശോ പറഞ്ഞു. എക്സാക്ട്ലി അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഡിസൈപ്പിൾ ഈസ് ദ വൺ ഹൂ ഡിനൈസ് ഹിംസെൽഫ് ടു ഫോളോ ജീസസ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പീറ്റർ ഈസ് നൗ ഡിനൈങ് ജീസസ് ടു സേവ് ഹിംസെൽഫ്. അപ്പോൾ നമ്മൾ ശിഷ്യനാകുമോ ട്രൈറ്റർ ആകുമോ? ഡിസൈപ്പിൾ ആകുമോ ട്രൈറ്റർ ആകുമോ? അല്ലെ ഡിസൈപ്പിൾ ആകുമോ ശത്രുവാകുമോ എന്ന് തീരുമാനിക്കുന്നത് ഈ വിഷയത്തിലാണ്.
വളരെ സട്ടിലാണിത്. അതായത് നമ്മളെ സേവ് ചെയ്യാൻ യേശുവിനെ ഡിനൈ ചെയ്യുന്നു. എന്നാൽ ശിഷ്യൻ എന്താണ്? യേശുവിൻ്റെ പിന്നാലെ പോവാൻ നമ്മളെ ഡിനൈ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഈശോ പഠിപ്പിച്ച കാര്യങ്ങളുടെ ഒരു കോൺക്രീറ്റ് റിയലൈസേഷൻ ഇവിടെ നടക്കുകയാണ്. ഈശോ പറഞ്ഞില്ലേ, എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെക്കുറിച്ച് മനുഷ്യപുത്രൻ പിതാവിൻ്റെ മഹത്വത്തിൽ ലജ്ജിക്കും. അപ്പോൾ അത് നിസ്സാരമായി ഈശോ ഇങ്ങനെ ഡിനൈ ചെയ്യുന്നത് നിസ്സാരമായൊരു കാര്യമല്ല, മറിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെറ്റാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. വായിക്കാം. അവനാകട്ടെ നീ പറയുന്നത് എനിക്ക് എന്തെന്ന് ഞാൻ അറിയുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നിഷേധിച്ച് പറഞ്ഞു. വായിച്ചേ. പിന്നെ അവൻ പുറത്തെ പടിവാതിൽക്കലേക്ക് പോയി. അപ്പോൾ ആദ്യം എവിടെ ഇരുന്നേ? മുറ്റത്തിരുന്നിട്ട് പിന്നെ അപ്പോൾ അതാണ് ഇങ്ങനെ ഓരോ തവണ തള്ളി പറയുമ്പോഴും വി വിൽ ബി ഡിസ്റ്റൻസ്ഡ് ഫ്രം ജീസസ്. നമ്മൾ അകലങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ആദ്യം ഇപ്പോൾ എവിടെ ആയിരുന്നു? യേശുവിൻ്റെ കൂടായിരുന്നു. അന്നേരം വാളെടുത്ത് വിട്ടുമൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അകലെയായിട്ട് അനുഗമിച്ചു. അപ്പോൾ അകലെയായിട്ട് അനുഗമിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈശോടെ എന്ത് ചെയ്തു? മുറ്റത്ത് വന്നു കഴിഞ്ഞിട്ടാണ് ഡിനൈ ചെയ്യുന്നത്. ഡിനൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തോട്ടല്ല പോകുന്നത്. ഓരോ തവണ യേശുവിനെ തള്ളി പറയുമ്പോഴും നമ്മൾ യേശുവിൽ നിന്ന് അകന്നകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? എനിക്ക് മനസ്സിലാവുന്നില്ല നിഷേധിച്ച് പറഞ്ഞു. പിന്നെ അവൻ പുറത്ത് പടിവാതിക്കലേക്ക് പോയി. ആ പരിചാരിക അവനെ പിന്നെയും കണ്ടപ്പോൾ അടുത്ത് നിന്നവനോട് പറഞ്ഞു, ഇവൻ അവരിൽ ഒരു. അതായത് ഈ പടിവാതിക്കലേക്ക് പോയത് എന്തിനാ? ഈ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ? മുറ്റത്തിരുന്നപ്പോൾ ഇവരൊന്ന് ചോദിക്കുകയാണ്, എന്താ നീ അവിടെ ഇല്ലേ? ഇതുങ്ങളുടെ അടുത്തൊന്നും രക്ഷപ്പെടാന്ന് വിചാരിച്ചല്ലേ പോയി പടിവാതിക്കെ പോയി ഗേറ്റിൻ്റെ അടുത്ത് പോയത്. ഗേറ്റിൻ്റെ അടുത്ത് അതേ ആള് അതേ ചോദ്യമായിട്ട് വരികയാണ്. അപ്പൊ യേശുവിൽ നിന്ന് അകലെ പോകും തോറും നമ്മളെ തള്ളിയിട്ട, പരാജയപ്പെടുത്തിയ, നമ്മളെ നിലത്ത് വീഴിച്ച പ്രലോഭനങ്ങൾ പൂർവാധികം ശക്തിയോടെ വന്നുകൊണ്ടേയിരിക്കും. സൊല്യൂഷൻ എന്താ? അങ്ങോട്ട് പോകുന്നതല്ല, ഇങ്ങോട്ട് വരുന്നതാണ്. ഈ ചോദ്യത്തിൽ നിന്ന്, അതെ, കുറച്ചുകൂടെ മാറി നിന്നാൽ ഈ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നാ വിചാരിച്ചേ. പക്ഷെ ആ ചോദ്യം നേരത്തതിനേക്കാൾ ഫോഴ്സോടുകൂടി ഗേറ്റിലും വന്നു. ചില ആളുകൾ പറയില്ലേ, ഒത്തിരി പ്രാർത്ഥിക്കൊന്നും വേണ്ട, പ്രയാസങ്ങളുണ്ടാവും. ഒരുപാട് പ്രാർത്ഥിക്കൊന്നും വേണ്ട, പ്രയാസം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അങ്ങ് മുറ്റത്തോടങ്ങ് മാറി നിന്നു. ആ മുറ്റത്തുനിന്ന് അങ്ങ് ഗേറ്റിലോട്ട് അങ്ങോട്ട് മാറി നിന്നു. ഒത്തിരി ഭക്തിയൊന്നും വേണ്ട, അങ്ങോട്ട് മാറിയിക്കേ. പക്ഷെ ഇവിടെ നിന്നപ്പോൾ അനുഭവിച്ചതിനേക്കാൾ പ്രയാസം അവിടെ നിൽക്കുമ്പോൾ ഉണ്ടാവും. ഇവിടെ ഒരു ഗുണമുണ്ടെന്നറിയാം. യേശുവിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങൾക്കൊരു ഗുണമുണ്ട്, ഒരു ആനുകൂല്യമുണ്ട്, ഒരു പ്രയോജനമുണ്ട്, അഡ്വാൻറ്റേജ് ഉണ്ടെന്നറിയാം. യേശു ഉണ്ട് ഇവിടെ. ഗേറ്റിൽ അവിടെ യേശു ഇല്ല. മുറ്റത്ത് നിന്ന് യേശുവിനെ അറ്റ്ലീസ്റ്റ് കാണുമെങ്കിലും ചെയ്യാം. ഗേറ്റിൽ നിന്നാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ദ മോർ വി ആർ ഡിസ്റ്റൻസ്ഡ് ഫ്രം ജീസസ്, ദ മോർ വി ആർ ടെംപ്റ്റഡ് ടു ഡിനൈ ഹിം. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇവിടെ അങ്ങ് ദൂരേക്ക് മാറിപ്പോയത് ഒരു സമാധാനം കിട്ടുമെന്ന് ഓർത്തിട്ടാണ്. പക്ഷെ ഒരു സമാധാനം കിട്ടിയില്ലെന്ന് മാത്രമല്ല, അതേ പരിചാരിക അവൻ അത് നിഷേധിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ആ പരിചാരിക അവനെ പിന്നെയും കണ്ടപ്പോൾ അടുത്ത് നിന്നവരോട് പറഞ്ഞു, ഇവൻ അവരിൽ ഒരുവനാണ്. ശ്രദ്ധിച്ചേ, ആദ്യ പരിചാരിക എന്താ പറഞ്ഞേ? നീ അവൻ്റെ കൂടെ ഉള്ളതല്ലേ? ഇല്ലാന്നല്ലേ പത്രോസ് പറഞ്ഞേ? ഇല്ലാന്നല്ലേ പറഞ്ഞേ? പക്ഷേ ഈ പരിചാരിക പറയാണ്, ഇവൻ അവൻ്റെ കൂടെ ഉള്ളതാണ്. അതാണ്. അപ്പോൾ അടുത്ത സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത് നേരത്തെ വന്നതിനേക്കാൾ കൂടിയ സാധനമാണ്. അപ്പോൾ അവൻ വീണ്ടും അത് നിഷേധിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അടുത്ത് നിന്നവർ പത്രോസിനോട് പറഞ്ഞു, നിശ്ചയമായും നീ അവരിൽ ഒരുവനാണ്, നീയും ഗലീലക്കാരനാണല്ലോ. അപ്പോൾ അത് ആ പരിചാരിക പറഞ്ഞത് ആ സമൂഹം ഏറ്റെടുത്തു. നിങ്ങൾ പറയുന്ന, കണ്ടോ സെൻറ്റൻസ് കണ്ടോ, നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ
ശപിക്കാനും ആണയിടാനും തുടങ്ങി. അപ്പോൾ ഇപ്പോൾ സങ്കടവും അരിശവും ദേഷ്യവും എല്ലാം കൂടെ വന്നിട്ട് നിങ്ങൾ പറയുന്ന ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി. എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ 2 പ്രാവശ്യമൊക്കെ ഓക്കെ, രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു. 3-ാമത്തെ തവണ ശരിക്കും അറിഞ്ഞുകൊണ്ടാണ്, ബോധപൂർവമാണ്. കാരണം പത്രോസിന് മനസ്സിലായി ഇനി നിന്നാൽ പിടിക്കപ്പെടും. കാരണം ഒരാൾ പറഞ്ഞത് 10 പേര് പറയാൻ തുടങ്ങി. അപ്പോൾ അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി. നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ശപിക്കാൻ ആണയിടാനും തുടങ്ങി. അടുത്ത വായിച്ചേ. ഉടൻ തന്നെ കോഴി 2-ാം പ്രാവശ്യം കൂവി. ഏത് കോഴിയാണ് അത്? മറ്റേ ബ്ലോക്ക് കോഴിയാണോ മറ്റേ നാടൻ കോഴിയാണോ? അത് ആ കോഴി എന്ന് പറഞ്ഞാൽ ബ്യൂഗിളാണ്. ബ്യൂഗിൾ. പട്ടാളക്കാർ ഷിഫ്റ്റ് മാറി, അടുത്ത ഷിഫ്റ്റ് പട്ടാളം കാവലിൽ പ്രവേശിച്ചു. അപ്പോൾ ആ ബ്യൂഗിൾ ഊതി, കോഴി കൂവി. കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർത്തു, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? അവൻ ഉള്ളുരുകി കരഞ്ഞു. ഇത് എത്ര മണിക്കാണ് ഇത് സംഭവിക്കുന്നത്? സമയം 3 മണി, വെളുപ്പിനെ 3 മണി. അപ്പോൾ സന്ധ്യയ്ക്ക് എന്താ സംഭവിച്ചേ? അത്താഴം. അർദ്ധരാത്രിക്ക് എന്താ സംഭവിച്ചേ? സംഹാരദൂതൻ ഇറങ്ങി പിടിക്കാൻ അല്ലെ, ബന്ധിച്ചു. ഇനി 3 മണിക്ക് എന്താ സംഭവിച്ചേ? തള്ളിപ്പറഞ്ഞു. പത്രോസ് തള്ളിപ്പറയുന്നു. ഇനി 15-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് നിർത്താം. വായിച്ചേ 15-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്ക്. അത് രാവിലെ തന്നെ. മതി ആയില്ലേ? രാവിലെ, സന്ധ്യ, അർദ്ധരാത്രി, കോഴി കൂവി, രാവിലെ. യജമാനൻ വരുന്നത് എപ്പോഴാണെന്ന്? സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ പ്രഭാതത്തിലോ എന്ന് നിങ്ങൾ അറിയുന്നില്ല, അതിനാൽ ഉണർന്നിരിക്കുവിൻ. അപ്പോൾ അതാണ് ആ യാമങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് ഇവിടെ. അപ്പോൾ ഈശോയുടെ പീഡാനുഭവത്തെ മർക്കോസ് വരച്ചിടുന്നത് ഈ ടൈം ഗ്യാപ്പിനകത്താണ്. അങ്ങനെയാണത് സംഭവിക്കുന്നത്. സന്ധ്യ, അർദ്ധരാത്രി, കോഴി കൂവി, പുലർച്ചെ. അതിരാവിലെ തന്നെ അവർ യേശുവിനെ കൊണ്ടുപോവുകയാണ്.